എബ്രായ ലേഖനം 13-ാം അധ്യായത്തിലെ 3 വാക്യങ്ങൾ വായിച്ചിട്ട് ശുശ്രൂഷിപ്പാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യവും 12-ാമത്തെ വാക്യവും 13-ാമത്തെ. മോനെ, ഈ ഫീഡ്ബാക്ക് ഒന്നുമില്ല. ആ ബോക്സ് ഇങ്ങോട്ട് തിരിച്ച് ചോളിയും കൂട്ടിത്തരണം, ഇതിൻ്റെ എള്ളവും കൂട്ടിത്തരണം. ഔട്ട് ഓഫ് ആക്കിയാൽ എനിക്ക് പരാതിയില്ല. 13-ാമത്തെ എബ്രായ ലേഖനം 13-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യവും 12-ാമത്തെ വാക്യവും 13-ാമത്തെ വാക്യവും വായിക്കാമോ? മഹാപുരോഹിതൻ പാപപരിഹാരമായി രക്തം വിശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകുന്ന മൃഗങ്ങളുടെ ഉടൽ പാളയത്തിന് പുറത്തു വച്ച് ചുട്ടുകളയുന്നു. മഹാപുരോഹിതൻ പാപപരിഹാരമായി രക്തം വിശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകുന്ന മൃഗങ്ങളുടെ ഉടൽ പാളയത്തിന് പുറത്തു വെച്ച് ചുട്ടുകളയുന്നു. അടുത്ത വാക്യം. അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടമനുഭവിച്ചു. അങ്ങനെ യേശു സ്വന്തം രക്തത്താൽ ജനത്തെ, ആകയാൽ നാം അവന്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവന്റെ അടുക്കൽ ചെല്ലുക. ആകയാൽ നാം അവന്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന്റെ പുറത്ത് അവന്റെ അടുക്കൽ ചെല്ലുക. ഇനി ഒരു നിമിഷം എന്നെ നോക്കിയിട്ട് ഈ വാക്യത്തെക്കുറിച്ചൊരു ചെറിയ ധാരണ ദൈവമക്കളുടെ മനസ്സിൽ തന്നിട്ട് പ്രാർത്ഥിച്ച് ദൈവവചനം ശുശ്രൂഷിപ്പാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ വായിച്ചത് എബ്രായ ലേഖനം 13-11. എല്ലാവരും എന്നെ ശ്രദ്ധിക്കണം. വാക്യം ഇതാണ്: മഹാപുരോഹിതൻ പാപപരിഹാരമായി രക്തം വിശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകുന്ന മൃഗത്തിൻ്റെ ഉടൽ പാളയത്തിന് പുറത്തു വെച്ച് ചുട്ടുകളയുന്നു. എല്ലാവരും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നു. പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കളുടെ പാപപരിഹാരത്തിന് വേണ്ടി യാഗം ദൈവം കൽപ്പിച്ചു കൊടുത്തതാണ്. ഇവിടെ പറയുന്ന ഭാഗങ്ങൾ പിന്നത്തെ അതിൽ വിശദീകരിക്കാം. ഒരു പുരോഹിതൻ കിണ്ണത്തിൽ, പാത്രത്തിൽ രക്തവുമായി വിശുദ്ധ മന്ദിരത്തിലേക്ക് പോകുമ്പോൾ ഏത് മൃഗത്തിൻ്റെ രക്തമാണോ പുരോഹിതൻ്റെ ഈ പാത്രത്തിലിരിക്കുന്നത്, ആ രക്തം പാത്രത്തിലിരിക്കുമ്പോൾ ഏത് മൃഗത്തിൻ്റെ ഉടലിൽ നിന്നാണോ ഈ രക്തം ഊറ്റിയത്, ആ ഉടല് പാളയത്തിന് പുറത്ത് തീയുടെ അകത്ത് കിടന്ന് കരിയുകയാണ്. ഞാൻ പറഞ്ഞത് കേട്ടവർക്കായി സ്തോത്രം. ഒന്നുകൂടെ ഞാൻ പറയാം. പുരോഹിതന്റെ കയ്യിൽ രക്തമിരിക്കുന്നു. ആ രക്തം പുരോഹിതന്റെ കൈ മുറിഞ്ഞ രക്തമല്ലത്. പുരോഹിതന്റെ കാല് കല്ലിൽ തട്ടിയിട്ട് അദ്ദേഹത്തിന്റെ കാലിന്റെ തള്ളവിരലിൽ നിന്ന് ഊറ്റിയ രക്തവുമല്ല. ഈ രക്തത്തിന്റെ ഉടമസ്ഥാവകാശമുള്ള ഒരു ഉടല് പാളയത്തിന്റെ പുറത്ത് തീയുടെ അകത്ത് കടന്ന് കരിയുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ രക്തം പാപപരിഹാരത്തിന് വേണ്ടി ഊറ്റിക്കൊടുത്തേച്ച് രക്തം ഊറ്റിയ ഏത് ഉടലാണോ ആ ഉടല് തീയുടെ അകത്ത് കിടന്ന് കത്തി വെന്ത് ഉരുകി ചാരമായിക്കൊണ്ടിരിക്കുന്നു. അതാണ് 11-ാമത്തെ വാക്യം. 12-ാമത്തെ വാക്യം. 11-ാമത്തെ വാക്യത്തിൽ ഒരു മൃഗത്തിന്റെ ഉടൽ തീക്കാന്ന് പൊരുളാകുന്ന യാഗത്തിലേക്ക് മാറുകയാണ്. എന്നിട്ട് പൗലോസ് പറയുകയാണ്, അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ നാം ശുദ്ധീകരിക്കപ്പെടേണ്ടതിന് നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടമനുഭവിക്കുന്നു. 11-ാമത്തെ വാക്യം, പാളയത്തിന് പുറത്ത്, നഗരവാതിലിന് പുറത്ത് ഒരു മൃഗത്തിന്റെ ഉടൽ
തീക്കകത്ത് കിടന്ന് വേകുമ്പോൾ 12-ാമത്തെ വാക്യത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമുക്ക് വേണ്ടി ചോര ഊറ്റിയിട്ട് അവന്റെ ശരീരം ദൈവക്രോധത്തിന്റെ അകത്ത് കിടന്ന് വേകുകയാണ്. ഇതിനൊക്കെ ആമേൻ പറഞ്ഞില്ലെങ്കിൽ നിങ്ങളിൽ നിന്നൊരു ആമേൻ ഞാൻ ഇനി പ്രതീക്ഷിക്കുന്നേയില്ല. അടുത്ത വാക്യം 13 പൗലോസ് പറയുന്നു, ഇങ്ങനെ മൃഗത്തിന്റെ ഉടലും തീക്കകത്ത് കിടക്കുന്നു, യേശുവിന്റെ ശരീരവും തീക്കകത്ത് കിടക്കുന്നു. 13-ാമത്തെ വാക്യം, ഒരു തലമുറയെ ഉച്ചക്കടയിൽ ആയുസോടെ ജീവനോടെ ശ്വസിച്ച് ചിരിച്ച് ചരിച്ച് ജീവിക്കുന്ന ഒരു തലമുറയോട് പറയുന്നു, പാപവഴികൾ വിടുക, ലോകം വിടുക, മോഹങ്ങളെ ഉപേക്ഷിക്കുക, താൽക്കാലിക ഭോഗപ്രിയങ്ങൾ ഉപേക്ഷിക്കുക, പാപത്തിന്റെ അരാജകത്വത്തിന്റെ കാട്ടുവഴികൾ ഉപേക്ഷിക്കുക. എന്നിട്ട് നിങ്ങൾ വരിക. എങ്ങോട്ട് വരിക? പാളയത്തിന് പുറത്തു വരിക. എന്നിട്ടോ ക്രൂശിന്റെ അടിയിൽ വന്ന് ഒരു തലമുറ നിൽക്കുക. ആ കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇന്ന് രാത്രിയിൽ ഉച്ചക്കട സഭയിൽ ആളെ കൂട്ടാനുള്ള ഒരു പ്രസംഗമായിട്ട് എൻ്റെ പ്രസംഗത്തെ നിങ്ങൾ തരം താഴ്ത്തരുത്. മറിച്ച് 2000 വർഷത്തിന് മുമ്പ് ഗാൽഗോഥായുടെ കുലമേട്ടിൽ മാനവകുലത്തിനു വേണ്ടി അറവുശാലയിലെ കുറക് പോലെ തൂങ്ങി ആപാദചൂടം തകർന്ന് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാണനെ വെച്ച ക്രൂശിന്റെ അടിയിൽ നിൽക്കാൻ ഒരു തലമുറയെ ദൈവം അന്വേഷിക്കുന്നു. കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടച്ചിട്ട് പ്രാർത്ഥിച്ചാട്ട്, അതരം തുറന്ന് പ്രാർത്ഥിച്ചാട്ട്. എല്ലാ ദൈവമക്കളും കുഞ്ഞുങ്ങളും വലിയവരും ഒക്കെ ഒന്ന് കണ്ണടച്ചിട്ട് യേശുവേ എന്ന് വിളിച്ചു ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാവോ പ്രിയരെ? നാളെ രാവിലെ നമ്മുടെ നാവ് കുഴയത്തില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നാളെ രാവിലെ നമ്മുടെ കൈ തളർന്നു പോകത്തില്ലെന്ന് പറയാൻ പറ്റില്ല. നാളെ രാവിലെ നമ്മൾ ജീവനോടെ ഉണ്ടോ എന്ന് പറയാൻ പറ്റില്ല. കിട്ടിയ ആയുസിൽ കർത്താവിനെ ആരാധിക്കാൻ കരുത്തുള്ളവര് ഇടത്തും വലത്തും നോക്കാതെ ഇരിക്കുന്നത് പന്തലിലല്ല, ദൈവ സാന്നിധ്യത്തിന്റെ മുൻപിലാണെന്നുള്ള ഉൾബോധത്തോടുകൂടെ പ്രാർത്ഥിച്ചാണ്. ശബ്ദം ഉയർത്തി പ്രാർത്ഥി. ഇത്രയും പേര് പ്രാർത്ഥിച്ചാൽ ഇതല്ല ശബ്ദമെന്ന് എനിക്കറിയാം. ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ പ്രാർത്ഥന. യേശുവല്ല അതിലെനിക്കോരാശ്രയം തന്മാർവില ഇല്ലെനിക്ക് വിശ്രാമം ഈ പാറിലും പരത്തിലും ആ കൈയൊന്ന് ഉയർത്തി പിടിച്ചു. എന്റെ രക്ഷക എൻ ദൈവമേ, നീ അല്ലാതില്ലാരും എന്നേശു മാത്രം മതിയെനിക്കേതു നേരത്തു. ഒരുമിച്ച് ശബ്ദമുയർത്തി ഒന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. രക്ഷക എൻ ദൈവമേ, നീ അല്ലാതില്ലാരും എന്നേശു മാത്രം മതിയെനിക്ക് അതു നേരത്തു.
പിതാവേ, നല്ല രാത്രിയിൽ ഞങ്ങളെ തൊടണമേ. മനുഷ്യന്റെ അതരചർവണമല്ലപ്പ, നിന്റെ ആലോചനയ്ക്കായി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഞങ്ങളെ സന്ദർശിക്കണമേ, ഞങ്ങളെ സ്പർശിക്കണമേ, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ചേർന്ന് കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. എനിക്ക് തിരുവനന്തപുരത്തുള്ള ദൈവമക്കളോടുള്ള എൻ്റെ ഏറ്റവും വലിയൊരു സ്നേഹം, എനിക്കൊന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രസംഗം കേൾക്കുന്നത് തിരുവനന്തപുരംകാരാണെന്നാണ് എൻ്റെ ഉള്ള ചിന്ത. ലോകത്തിൽ ഞാനൊരു 20 വർഷത്തിലേറെയായിട്ട് ഈ തിരുവനന്തപുരത്ത് ഞാൻ പ്രസംഗിക്കാൻ വരുന്നുണ്ട്. എൻ്റെ ഓർമ്മയിൽ 20-23 വർഷമായി കാണും. ലോകത്തിൽ ഈ എല്ലാവരും കൂടി ഇതൊന്ന് ശ്രദ്ധിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ തല ഇങ്ങനെ ഒന്ന് കുലുക്കിയാൽ മതി, എരിഹോ മതിലിനേക്കാൾ പൊക്കമുള്ള പ്രസംഗ കെട്ടുകൾ നിങ്ങളുടെ തലയ്ക്കകത്ത് നിന്ന് താഴെ വരും. നിങ്ങൾ ശ്രദ്ധിക്കാത്തതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ അനുഗ്രഹം. അതെല്ലാം കൂടെ തലയിൽ വെച്ച് ചുമക്കണ്ടല്ലോ. ഇന്ന് രാത്രി എന്നെ ഒരു ശകല സമയം ശ്രദ്ധിക്കണം. ഞാൻ ഒത്തിരി സ്നേഹിക്കുന്ന കർത്താവിൻ്റെ ദാസൻ മിശിഹാദാസ് പാസ്റ്റർ, ഈ അനുഗ്രഹിക്കപ്പെട്ട ദൈവസഭ, ഇന്ന് രാത്രിയിൽ യോഗം ലീഡ് ചെയ്ത പ്രിയ കർത്താവിൻ്റെ ദാസൻ, ആരാധന നയിക്കുന്ന സാംബാസ്റ്ററും കുടുംബം, പ്രിയ കർത്താവിൻ്റെ ദാസൻ, എല്ലാവർക്കും വിശേഷാൽ സ്നേഹ വന്ദനം അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കും. എത്ര പേര് സന്തോഷത്തോടെ കർത്താവിൻ്റെ സന്നിധിയിലാര്? യേശു ആരെ, എന്തിന് ജനിച്ചു, എങ്ങനെ വളർന്നു, എന്ത് സംസാരിച്ചു, എത്ര നാൾ ശുശ്രൂഷിച്ചു, എങ്ങനെയാണ് മരിച്ചത്, അടക്കപ്പെട്ടോ, ഉയർത്തെഴുന്നേറ്റോ, ഇപ്പോഴിവിടെ, ഇനി വരുമോ? ഇതൊക്കെയാണ് സുവിശേഷ യോഗങ്ങളുടെ ലക്ഷ്യം. ഞാൻ ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ പറയുന്നു, ദാവീദിന്റെ കവണയിലെ കല്ലിന്റെ തൂക്കവും ഗോലിയാത്തിലെ നെറ്റിയിലെ മുറിവിന്റെ ആഴവും ശിംശോന്റെ കയ്യിലിരുന്ന പച്ചക്കഴുതയുടെ താടിയലിന്റെ കനവും എൻ്റെ പ്രബന്ധമല്ല, എൻ്റെ പ്രമേയമല്ല. നാം ഒരുമിച്ച് കർത്താവിൻ്റെ നാമത്തെ, ക്രൂശിനെ ഉയർത്താൻ വേണ്ടിയാണ്. ആ കരങ്ങളെ ഒന്ന് ചലിപ്പിച്ച് കർത്താവിന് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. മറിയയുടെ ഉദരം കടമെടുത്ത് ഉലകത്തിൽ ജനനം, കച്ചിമിച്ചം കിടക്കുന്ന കാലിത്തൊഴുത്തിൽ കാലിട്ടടിച്ച് കളിക്കുന്ന യേശുവിൻ്റെ ശൈശവം, ദാരിദ്ര്യത്തിന്റെ പൊടിമറക്കുന്ന നസറേത്തിൽ ഓടിക്കളിക്കുന്ന യേശുവിൻ്റെ ബാല്യം, വയസ്സ് 12, വളർത്തപ്പനാകുന്ന യോസഫിന്റെയോ അമ്മയാകുന്ന മറിയയുടെയോ വിരലിൽ തൂങ്ങി ആലയത്തിലേക്ക് പോയി യേശുവിൻ്റെ ബാല്യം, 4 കുന്നിന്റെ മുകളിൽ ആകാശത്തെ മുട്ടി നിൽക്കുന്ന യഹൂദന്റെ സ്വയാഹങ്കാരമായ യെരൂശലേം ദേവാലയത്തിൽ ആരാധനയ്ക്ക് പോകുമ്പോൾ യേശുവിൻ്റെ വയസ്സ് 12. 12ാമത്തെ വയസ്സിൽ ന്യായപ്രമാണത്തിന്റെ 39 പുസ്തകങ്ങൾ അരച്ച് കലക്കി ചാറ് വിഴുങ്ങിയ പൗരോഹിത്യ വൃന്ദങ്ങളോട് യേശു ന്യായപ്രമാണം പറയുമ്പോൾ യേശുവിൻ്റെ വയസ്സ് 12. അന്ന് യെരൂശലേം ഒന്ന് ഞെട്ടിയതാണ്. കാരണം ഇവനെ ആരും പഠിപ്പിച്ചതല്ല, ഇവന്റെ അകത്ത് ന്യായപ്രമാണം ഉണ്ടെന്നവർക്ക് മനസ്സിലായി. ആ കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അടുത്ത 18 വർഷങ്ങൾക്ക് വേദശാസ്ത്രിമാരിട്ടിരിക്കുന്ന പേര് യേശുവിൻ്റെ അൺനോൺ പീരീഡ് എന്നാണ്. അറിവ് കൊടുക്കാത്ത കാലഘട്ടം. യേശു എവിടെയായിരുന്നു എന്നൊരു ചോദ്യമുണ്ട്. ചരിത്രബോധമില്ലാത്ത ഒരു കൂട്ടം ആളുകൾ പറയുന്നു യേശു ഗുജറാത്തിൽ വന്നിട്ടുണ്ടായിരുന്നെന്ന്, യോഗ പരിശീലിച്ചെന്ന്. ആ വാദത്തെ അർഹിക്കുന്ന അവജ്ഞ കൊടുത്ത് മനഃപൂർവമായി ഞങ്ങൾ തള്ളിക്കളയുകയാണ്. യേശു ജഡത്തിൽ ഗുജറാത്തിൽ വന്നിട്ടില്ല, യേശു ആത്മാവിൽ ഇപ്പൊ ഗുജറാത്തിൽ ഉണ്ട്. ആ കരമുയർത്തി ഒരു സ്തോത്രം പറയാമോ? പിന്നെ യേശു എവിടെയായിരുന്നു? തെളിവ് 2 വാക്യങ്ങളാണ്. ഒന്ന്, അവൻ മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ട് യെരൂശലേമിൽ പാർത്തെന്നും. 2, ഇവനും തച്ചന്റെ കൊച്ചനല്ലയോ എന്ന് ആരുടെയോ ചോദ്യം. കട്ടളയോ കസേരയോ കതകോ ബെഞ്ചോ ഡെസ്കോ വാങ്ങിക്കാൻ വളർത്തപ്പനാകുന്ന യോസഫിന്റെ തടിപ്പണിപ്പുരയിൽ ആരോ ചെന്നപ്പോ വളഞ്ഞതിനോ തിരിഞ്ഞതിനോ ചിന്തേരി പിടിച്ച് മുടിക്കിടയിലും ഉടുപ്പിലും പൊടി പറ്റിച്ച് ത്രിലോകങ്ങളുടെ ഉടമസ്ഥനായ എന്റെ പൊന്നു കർത്താവ് അവിടെ നിൽക്കുന്നത് ആരോ കണ്ടതുകൊണ്ടാ പറഞ്ഞത്, ദേണ്ട തച്ചന്റെ കൊച്ചൻ നിൽക്കുന്നു. പണ്ട് ആരോ പറഞ്ഞൊരു ദൂത് കടമെടുത്ത് ഞാൻ ഉച്ചക്കടയോട് പറയാം, അതെ അവൻ നല്ല തച്ചനാണ്. അവന്റെ പ്രത്യേകത എന്നറിയാമോ? ആരും പണിയാതെ പിരിഞ്ഞുപോയ തടികൾ, ആർക്കും പണിയാൻ കഴിയാതെ വളഞ്ഞുപോയ തടികൾ കൊണ്ട് പണിതെടുക്കാൻ കഴിവുള്ള ഒരു നല്ല തച്ചൻ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. മുക്കോണം മുടിഞ്ഞ് ഉമ്മങ്കുരുത്തു പോയ പാതാള ശക്തികൾ കേറി ചുറ്റി തറയിലടിച്ച് നാനാവിധമാക്കിയ തകർന്നു പോയ കുടുംബങ്ങളെ പണിയാൻ കരുത്തുള്ള ഒരു കർത്താവ്
ആ കരമടിച്ചോ ആമേൻ പറയാമോ? ഇന്ന് രാത്രി ആ കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ ആ കരമടിച്ച്. കേരളത്തിൽ കുടുംബ കോടതി 28, ഒരു വർഷത്തെ വിവാഹമോചനം 50,000. ഇവിടെ കല്യാണത്തിന് ആർഭാടമില്ലേ? ഇവിടെ മനുഷ്യർക്ക് പണമില്ലാഞ്ഞിട്ടാണോ? താരതമ്യേന കുടുംബങ്ങൾ ഇവിടെ തകരുകയാണ്. നിങ്ങളൊന്ന് ഓർത്തു നോക്കിക്കേ, മുത്തുവെച്ച സാരിയും കല്ലുവെച്ച ചുടിദാറും ആകാശം മുട്ട കെട്ടിപ്പൊക്കിയ പന്തലും ഇഷ്ടം പോലെ ഭക്ഷണങ്ങളും പാട്ടും അല്ലേ, എന്തെല്ലാം പകിട്ടോടുകൂടിയാ ഇവിടെ കല്യാണം നടക്കുന്നത്. പക്ഷെ ഗതികേട് മനസ്സിലായോ? കല്യാണത്തിന് നിങ്ങൾ കഴിച്ച കോഴിയുടെ കാല് വയറ്റി ചെല്ലുന്നതിന് മുമ്പ് ചെറുക്കനും പെണ്ണും കൂടെ കോടതിയുടെ വരാന്ത ചെല്ലുമെന്ന്. എന്താ ഇവിടെ നടക്കുന്നത്? കുടുംബങ്ങൾ മുടിയുകയാണ്. പൈപ്പിന്റെ അകത്ത് പാമ്പിനെ കയറ്റി ആ പാമ്പിനെ കൊണ്ട് കൊത്തിച്ച് ഭാര്യയെ കൊല്ലുന്ന ഭർത്താവും സയനൈഡ് ചായ കൊടുക്കുന്ന ജോളിമാരും മന്ദവാദത്തിന്റെ പേരിൽ വിളിച്ചു വരുത്തി ഇറച്ചിക്കറിക്ക് അറിയുന്നത് പോലെ പാവപ്പെട്ട മനുഷ്യനെ അറിയുന്ന മന്ത്രവാദികളും ഓരോ ദിവസവും ഇവിടെ കുടുംബങ്ങൾ പിഴയ്ക്കുകയാണ്. ഇവിടെ കുടുംബങ്ങൾ തകരുകയാണ്. ഇന്ന് രാത്രി ഞാൻ ഉറക്കി ഒരു ദൂത് പറയാം. പിണറായി സാറിന്റെ ഭരണം നല്ലതായിരിക്കാം, മോദി സാറിന്റെ ഭരണം നല്ലതായിരിക്കാം, എനിക്കറിയില്ല. പക്ഷേ കുടുംബങ്ങളെ പണിയാൻ എന്റെ യേശുവിനല്ലാതെ ഒന്ന് കൈ അടിച്ച് കർത്താവിനെ ആരാധിക്കാമോ? കുടുംബങ്ങളെ പണിയാൻ എന്റെ യേശുവിനല്ലാതെ ഞാൻ ഉറപ്പായും വിശ്വസിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഈ ശബ്ദം സഞ്ചരിക്കുന്ന സഞ്ചാരപാതയിൽ സമാധാനമില്ലാതെ തകരുന്ന ഏതൊക്കെയോ കുടുംബങ്ങളെ തൊടാൻ യേശുവിന്റെ കരം ഇന്ന് രാത്രി ഇറങ്ങുകയാണ്. അതെ, അവൻ നല്ല തച്ചനാണ്. ഞാൻ ആ ഭാഗം മനഃപൂർവ്വമായി വിടുകയാണ്. വയസ്സ് 30 ഇരിക്കുന്ന എല്ലാ ദൈവമക്കളും പ്രാർത്ഥിച്ചുകൊണ്ട് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എപ്പോഴും പറയും, പ്രസംഗത്തിന് ഒരു പ്രസവ വേദനയുണ്ട്. കാര്യം നമ്മുടെ അകത്ത് കിട്ടിയൊരു ദൂത് അതുപോലെ മറ്റുള്ളവരുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുക ഒരു പുകഞ്ഞ ജോലിയാണ്. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് നിങ്ങളിൽ ഒരാള് അലസമായി, ഒരാള് അലക്ഷ്യമായിട്ടിരുന്നാ മതി. മോനെ എടാ കൊച്ചേ, ആ സൗണ്ട് മതിയടാ, നീ ഇടയ്ക്ക് അവൻ കൺട്രോൾ ചെയ്യാൻ പോവും. എൻ്റെ കൊച്ചെ ഉള്ളത് മതി, അതായിട്ട് തിരിച്ചുള്ളത് കൂടെ കളയരുത്. മാക്സിമം നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചിരുന്നാട്ടെ. സന്തോഷത്തോടെ കൈ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ശ്രദ്ധിച്ച് കേൾക്കുക. യേശു കർത്താവ് നടന്നു ചെല്ലുന്നത് യോർദാന്റെ തീരത്തേക്കാണ്. യോർദാന്റെ പൊടിമണ്ണിൽ നിന്നുകൊണ്ടൊരു മനുഷ്യൻ പ്രസംഗിക്കുകയാ. കട്ടിപ്പുരികമുള്ള ഒരു മനുഷ്യൻ, കടുത്ത ഭാഷ സംസാരിക്കുന്ന ഒരു മനുഷ്യൻ, കടുത്ത നെറ്റിത്തടമുള്ള ഒരു മനുഷ്യൻ, ക്രാരവ ശബ്ദമുള്ള ഒരു മനുഷ്യൻ, വാക്കുകൾക്ക് മെരുക്കമില്ലാത്ത ഒരു മനുഷ്യൻ. ആരാ? സ്നാപക യോഹന്നാൻ. അദ്ദേഹത്തിന്റെ പ്രസംഗം 4:1 അദ്ദേഹം പറയുന്നു, സർപ്പസന്തതിയെ വരുവാനുള്ള കോപത്തിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു പോകുക. 2, എന്റെ പിന്നാലെ ഒരുവൻ വരുന്നു, അവന്റെ ചെരുപ്പിന്റെ വാര് കുനിഞ്ഞഴിപ്പാൻ ഞാൻ അയോഗ്യനാണ്. പ്രസംഗം 3, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. പ്രസംഗം 4, ഞാൻ നിങ്ങളെ വെള്ളത്തിലിറക്കും, അവൻ നിങ്ങളെ തീക്കകത്തിറക്കാൻ പോകുകയാണ്. ഈ അസാധാരണനായ ദൈവമനുഷ്യൻ, കാലഘട്ടത്തിന്റെ ദൈവശബ്ദം. നിങ്ങൾ ചരിത്രം വായിക്ക്. യോഹന്നാൻ പട്ടണം തേടിപ്പോയില്ല, പട്ടണം യോഹന്നാനെ തേടി വരികയാണ്. സഭ ഇന്ന് രാത്രി ദൈവത്തിന് ആമേൻ പറയണം. 2024 അഭിഷേകമുള്ളവർ ആരെയും തേടിപ്പോകണ്ട, അവര് നിന്നെ തേടി വരാൻ പോകുകയാണ്. നല്ലപോലെ കൈ ഉയർത്തിയൊരു ഹല്ലേലൂയ. യോഹന്നാന്റെ അടുത്തേക്ക് നടന്നു ചെല്ലുന്നത് ആരാന്നറിയാമോ? 7 മഹാസമുദ്രത്തിന്റെ ഉടമസ്ഥൻ. ഉണ്ടാകട്ടെ എന്നുള്ള ഉച്ചാരണ ശബ്ദം കൊണ്ട് ഈ ഉലകത്തെ ഉളവാക്കിയ ഒരു മഹാദൈവം. പേടിച്ചു പോയി യോഹന്നാൻ, അറച്ചു, അസ്ഥിരനായി, വേവലാതി പിടിച്ചു. കാല് പുറകോട്ട് വെക്കുമ്പോൾ അരുത്, ഇത് ദൈവത്തിന്റെ നീതിയാണെന്ന് പറഞ്ഞ് എന്റെ കർത്താവ് സൃഷ്ടിയാകുന്ന യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനപ്പെട്ടു. ഇത് സുവിശേഷ പ്രസംഗമാണ്. യേശുവാണ് എൻ്റെ പ്രമേയം. അതുകൊണ്ട് എനിക്കിതൊക്കെ പറഞ്ഞേ പറ്റത്തുള്ളൂ. പറ്റുന്ന ഒരു സ്തോത്രം പറഞ്ഞതിനോട് കൂടെ വരണം. എന്നെ വിളിച്ചത് സുവിശേഷ യോഗത്തിനാ, സത്യം. അതുകൊണ്ട് ഞാൻ വന്നത് സുവിശേഷം പറയാനാണ്.
ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് വന്നത് യേശുവിന്റെ ക്രൂശിനെ ഉയർത്താനാണ്. അതുകൊണ്ട് എന്നോട് കൂടെ പ്രാർത്ഥിച്ചോണ്ട് വന്നേ പറ്റത്തുള്ളൂ. യോഹന്നാൻ യേശുവിനെ സ്നാനപ്പെടുത്തി വെള്ളത്തിൽ നിന്ന് പൊങ്ങുമ്പോൾ ആകാശത്തിന്റെ ദിഗന്ധങ്ങളെ ഭേദിച്ചുകൊണ്ട് പിതൃശബ്ദം, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പിതൃശബ്ദം കേട്ട അനന്തരം ഭൗതിക ഭക്ഷണം മാറ്റിവെച്ച് 40 ദിവസങ്ങൾ ഉപവാസത്തിൽ യേശു സമയങ്ങൾ വേർതിരിച്ചു. ഉപവാസം കഴിഞ്ഞ് അനന്തരം യേശുവിന് വിശക്കുന്നു. ഇവിടെ മുതൽ ഞാൻ ഈ ദൂതിന്റെ ഗിയർ ഒന്ന് മാറ്റുകയാ. യേശുവിന് വിശക്കുകയാണ്. സാത്താന്യ ലോകം യേശുവിന്റെ അടുക്കലേക്ക് ചെല്ലുകയാ. യേശുവിനോട് പറഞ്ഞ വാക്ക് ഓർക്കുന്നുണ്ടോ? ആമേൻ. നിനക്ക് വിശക്കുന്നില്ലേ? നിനക്ക് വിശക്കുന്നില്ലേ? ഈ കല്ലിനോട് അപ്പമാകാൻ പറ. ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എന്നോട് കൂടെ. നിനക്ക് വിശക്കുന്നില്ലേ? ഔദാര്യത്തിന്റെ ഭാഷ, കെയറിങ്ങിന്റെ ഭാഷ, സ്നേഹത്തിന്റെ ഭാഷ. ഞാൻ നിങ്ങളോട് പറയുന്നു, ലോകത്തിലെ എല്ലാ ചതികൾക്കും മനുഷ്യൻ ഉപയോഗിക്കുന്നത് സ്നേഹമാണ്. എല്ലാ ചതികൾക്കും കാമുകൻ കാമുകിയെ ചതിച്ചത് സ്നേഹമെന്ന വ്യാജത്തിന്റെ മുഖം മൂടി വെച്ച ഇന്ന് രാത്രിയിൽ ഉച്ചക്കടയോട് ഞാൻ ഉറക്കെ പറയാ, ആമേ, സ്നേഹത്തിന്റെ അകത്ത് കറയില്ലാത്ത ഒരൊറ്റ സ്ഥലമേ ഉള്ളൂ, അത് കാൽവരിയാണ്. സ്നേഹം എല്ലായിടത്തും ഒരു പരിധിക്കപ്പുറം അതെല്ലാം കറയാൻ. നിങ്ങൾ നോക്ക്, ആമേ, സാത്താൻ യേശുവിന്റെ അടുക്കൽ ചെന്നു. യേശുവിനോട് പറഞ്ഞു, കല്ലിനോട് കൂടെ പറയണേ, കല്ലിനോട് അപ്പമാകാൻ പറ. ആമേ, നിങ്ങളും ആലോചിച്ച് നോക്കി, ഇവിടെ എവിടെയാ അപകടം? ഇവിടെ എവിടെയാ അബദ്ധം? കഴിക്കാൻ പറഞ്ഞത് തെറ്റാണോ? കല്ലിനോട് അപ്പമാകാൻ പറഞ്ഞത് തെറ്റാണോ? പക്ഷെ ഇച്ചിരി ആഴത്തിൽ ചിന്തിച്ച പ്രശ്നമാ. സാത്താൻ കാണിച്ച കല്ല് യേശു അപ്പമാക്കിയിട്ട് യേശു തിന്ന് ജീവിക്കണമെന്ന് യേശു സാത്താനോട് പറഞ്ഞു, സാത്താനെ, എന്നെ അയച്ചത് പിതാവാണെങ്കിൽ നീ കാണിച്ച കല്ല് അപ്പമാക്കി തിന്ന് ജീവിക്കേണ്ട ഗതികേട് എനിക്കില്ല. ഒന്നാമത്തെ ദൂത് ഞാൻ പറയാം. യേശു സാത്താനോട് പറഞ്ഞ മറുപടി, സാത്താനെ, എഴുതി വെച്ചോ, ഇത് ആഹാരം തിന്ന് വയറ് നിറയ്ക്കുന്ന തലമുറയല്ല, മറിച്ച് ഇത് വചനം കേട്ട് സ്വർഗത്തിൽ പോകുന്ന തലമുറയാണ്. ആ കരമടിച്ച് എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? പുതിയ നിയമ സഭയ്ക്ക് എന്റെ ദൈവം അടിസ്ഥാനമിട്ടത് ഭൗതിക ലോകത്തിൽ പച്ച പിടിക്കാൻ അല്ല. എന്റെ ലക്ഷ്യം നിത്യതയാണ്. ഹല്ലേലൂയ. ഞാൻ ദൈവമക്കളോട് ചോദിക്കട്ടെ, രക്ഷിക്കപ്പെട്ടില്ലേ? സ്നാനപ്പെട്ടില്ലേ? പാടിയില്ലേ? പ്രാർത്ഥിച്ചില്ലേ? കലക്കവെള്ളത്തിൽ മുങ്ങിയില്ലേ? നാട്ടുകാരുടെ നിന്ന കേട്ടില്ലേ? ഇതെല്ലാം അനുഭവിച്ചു. എല്ലാരെയും വെറുപ്പിച്ചിട്ട് സ്വർഗത്തിൽ പോയില്ലെങ്കിൽ പിന്നെ എന്തിനായിരുന്നു ഈ തലകുത്തി മറിച്ചിലെല്ലാം? കേട്ടില്ലല്ലേ? എല്ലാരെയും വെറുപ്പിച്ചില്ലേ? എല്ലാവരുടെയും വായിന്ന് കേട്ടില്ലേ? എല്ലാവരുടെയും ചവിട്ട് മേടിച്ചില്ലേ? ഇതെല്ലാം കഴിഞ്ഞിട്ട് സ്വർഗത്തിൽ പോയില്ലെങ്കിൽ, പോകാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാപ്പാ ഈ ഇറങ്ങിത്തിരിച്ചത്? പാപം ചെയ്ത് ലോകത്തിൽ ലൗകിക സുഖങ്ങളുടെ പുറകെ ജീവിക്കാൻ മേലായിരുന്നു. അപ്പോൾ പുതിയ നിയമ ദൈവസഭയുടെ അടിസ്ഥാന ലക്ഷ്യം നിത്യതയാണ്. പൗലോസ് പറഞ്ഞു, ഞങ്ങളുടെ പൗരത്വം, നിങ്ങൾ മിണ്ടുന്നില്ല, ഞങ്ങളുടെ പൗരത്വം അത് സ്വർഗത്തിലാണ്. ആമേൻ, ആമേൻ, ആമേൻ. എബ്രായർ 11 പറയുന്നു, അബ്രഹാം കൂടാരത്തിൽ പാർത്ത് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ ഒരു നഗരത്തിനു വേണ്ടി തങ്ങളിവിടെ അന്യരും പരദേശികളും എന്നറിഞ്ഞ് കാത്തിരിക്കുകയാണ്. ഇന്ന് രാത്രി എത്ര പേര് ആമേൻ പറയോ? കർത്താവ് തൻ ഗംഭീരനാദത്തോടെ, പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ, ദൈവത്തിന്റെ കാഹളത്തോടെ സ്വർഗത്തിൽ ഇറങ്ങി വരൂ. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേക്കും, പിന്നെ ഞങ്ങൾ അവരോടുകൂടെ എടുക്കപ്പെടും. പ്രത്യാശയുള്ളവർ മാത്രം ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഒരു പാട്ടിന്റെ വരികൾ ഓർക്കുന്നുണ്ടോ? പാവനമാം പട്ടണത്തിൽ ആര് കിടന്നിടും? ഓ പാവനമാം പട്ടണത്തിൽ ആരു കടന്നിടും? പാപമറ്റ ജീവിതം നയിച്ചവരല്ലോ നിധിയായി നടന്നു. നേർപറഞ്ഞീ മണ്ണ് പാതിവൃത്തി ഉള്ള മണവാടി മാത്രമേ. ഓ എത്രയാണ് കാലം
ഉറച്ചു ഞാൻ വിശ്രമിച്ചിടും. ഓ മുത്തുമയമായി വിളങ്ങും പട്ടണമതാണ് പുത്തനരുശലേപുരം, തത്ര ശോഭിതം വീതി സ്വച്ഛ സ്ഫടിക തുല്യ തങ്കനിർമ്മിതമാ ആ പട്ടണമതിന്റെ ഭംഗി വർണ്യമല്ലഹൂ. അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം സ്വർപ്പുരമാണ് എന്റെ നിത്യമാം വീട്. ആ കൈയ്യെടുത്ത് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഭൂമി പൊടുപൊടപ്പൊട്ടും കിറുകിറക്കീറും മത്തനെ പോലെ ചാഞ്ചാടും കാവൽ മാടം പോലെയാടും. ഒരു അലർച്ചയ്ക്ക് അനുവാദം കൊടുക്കാതെ ഈ ഭൂമി ചരമഗീതം പാടും. ആകാശത്ത് കത്തി നിൽക്കുന്ന സൂര്യൻ കരിമ്പടം പോലെ കറക്കും. ചന്ദ്രൻ മാഞ്ഞു പോകും. പക്ഷികൾ പർവ്വതങ്ങളിലേക്ക് പറന്നു പോകും. വൃക്ഷങ്ങളിൽ താപ്പമടക്കും. ഇന്നലെ വരെ ഉണ്ടായ ഭൂകമ്പം 6.3, ഇനി വരാൻ പോകുന്നത് 8.6. 2050 വെള്ളം നക്കിയെടുക്കാനില്ലാത്തൊരു ഗ്രഹമായി ഈ ഭൂമി മാറ്റപ്പെടും. ഇതൊക്കെ കേൾക്കുമ്പോൾ കൃപയുള്ള ദൈവമക്കളുടെ അന്തരാളത്തിൽ ആവേശമാണ്. ആമേൻ. മരം മറിഞ്ഞാലും പറവയ്ക്ക് പേടിയില്ല. കാര്യം എനിക്ക് ചിറകുണ്ട്. ആമേൻ. പ്രാവിനെ പോലെ പ്രത്യാശയുടെ ചിറകുള്ള ദൈവമക്കൾ, ആ കരങ്ങളെ അടിച്ച് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക്, സ്നാനപ്പെട്ട ദൈവമക്കൾക്ക് പോട്ടെ. യേശു സാത്താനോട് പറഞ്ഞു, സാത്താനെ, ഇത് വയറു നിറയ്ക്കുന്ന തലമുറയല്ല, മറിച്ച് പറ, ഇത് നിത്യതയാണ് ഞങ്ങളുടെ സ്വപ്നം. വയറൊഴിഞ്ഞു കിടന്നാലും ആമേൻ, ഞങ്ങളുടെ അകത്ത് പ്രത്യാശയുണ്ടെങ്കിൽ ഞങ്ങൾ ശക്തരാണ്. 2, ദേവാലയ ഗോപുരത്തിന് മേളിക്കൊണ്ട് കയറ്റി വെച്ച് പറഞ്ഞു, താഴോട്ട് ചാട്, ദൂതന്മാർ നിന്നെ പിടിച്ചോളും. എനിക്കത് വായിച്ചിട്ട് ഇന്നും മനസ്സിലായിട്ടില്ല പാസ്റ്റർ. താഴെ നിന്ന് യേശുവിനെ പിടിച്ച് മേളിക്കൊണ്ടേ ഉള്ളൂ. പിടിക്കുമോ എന്നറിയാൻ ചാടി നോക്കുന്ന പണി ഞങ്ങൾക്കില്ല. കാര്യം അപ്പനും മകനുമാണ് ഞങ്ങൾ. ഞങ്ങളുടെ ബന്ധം എനിക്കറിയാം. ഇച്ചൂടെ കയറ്റി പറയട്ടെ, തള്ളിയിട്ടാ പിടിക്കും, അഹങ്കാരം കാണിച്ച് ചാടിയാൽ ഓടിയും. അത്രയേ ഉള്ളൂ. യേശുവിനെ തേടി ഇറങ്ങിയ ഒരുത്തൻ യേശുവിനെ പരീക്ഷിക്കാൻ അനുവാദമില്ല. ഇന്നാള് ഞാൻ ശിശുപിടിച്ചൊരു സഭയിൽ വന്ന ഒരാൾ സാക്ഷ്യം പറഞ്ഞതാ, നിങ്ങൾ എല്ലാവരും കൂടെ പ്രാർത്ഥിച്ച് എൻ്റെ 3ാമത്തെ കൊച്ചിനെയും കൂടെ കല്യാണം നടത്തി തരാമെങ്കിൽ പിന്നെ ഇങ്ങോട്ട് വന്ന് ഞങ്ങളെ ശൈല്യം ചെയ്യുകയില്ലെന്ന്. ഈ അമ്മമ്മ വെച്ച് പിടിച്ച് വരുന്നത് എന്തിനാണെന്നറിയാമോ? 3ാമത്തെ കൊച്ചിന്റെ കല്യാണം നടത്താനാണ്. ദൈവസഭ മാരേജ് ബ്യൂറോ അല്ല. നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെടുകയില്ലായിരിക്കും, എനിക്കതിനകത്ത് പ്രത്യേകിച്ച് പരാതിയില്ല. ഈ ബൈബിളിനകത്ത് എൻ്റെ കർത്താവ് നേരിട്ട് പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ആ കാര്യങ്ങളുടെ കൂട്ടത്തിൽ നിത്യതയെക്കുറിച്ച് പറയാൻ, എല്ലാവരും ശ്രദ്ധിക്കണേ, സമയം കുറവാ, എനിക്കില്ല നീട്ടി നിവൃത്തി പറയാറുണ്ട്. നിത്യതയെക്കുറിച്ച് പറയാൻ യേശു നേരെ വായെന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ധനവാനായൊരു മനുഷ്യനുണ്ടായിരുന്നു. നിങ്ങൾ ആ ഭാഗം വീട്ടിൽ പോയി വായിക്കണം. ഒരിടത്ത് ഒരപ്പൂപ്പൻ ഉണ്ടായിരുന്നേ എന്ന് പറഞ്ഞല്ല യേശു തുടങ്ങിയത്. ഒരിടത്തല്ല, അത് സങ്കല്പമാ, ഇത് റിയാലിറ്റിയാ. ഒരാമൻ പറയപ്പാ. യേശു എന്താ പറഞ്ഞത്? ധനവാനായൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു. സങ്കല്പമല്ലല്ലോ, യാഥാർത്ഥ്യമാ. എന്നിട്ട് പറയുന്നു, ദരിദ്രനായൊരു ലാസർ പഴുവും വ്രണവും ബാധിച്ച് പഴുപ്പും ചലവും ഒഴുകി നാസാരംഭരങ്ങൾ തുളച്ചു കയറുന്ന കഠിനകഠോര ദുർഗന്ധത്തിന് അടിമയായി അവന്റെ വീടിന്റെ സിറ്റ് ഔട്ടിൽ കിടക്കുന്നു. കണ്ടോ? 2 പേരെ യേശു എടുത്തു. ഒന്ന്, ദിനം പ്രതി ആഡംബരത്തോടെ സുഖിക്കുന്ന ധനവാൻ. 2, പുഴുത്ത് നായ നക്കുന്ന ലാസർ. ഇത് പറഞ്ഞ യേശു പറഞ്ഞ ദൂത് 2 പേരും മരിച്ചു. അതിന്റെ അർത്ഥം എന്താ? അംബാനിയും മരിക്കും, വഴി സൈഡിൽ കിടക്കുന്ന ഭിക്ഷക്കാരനും മരിക്കുമെന്ന്. എന്ന് പറഞ്ഞാൽ പണം കൊണ്ട് തടയണ കെട്ടാൻ കഴിയാത്ത ഒരു യാഥാർത്ഥ്യമാണ് മരണം. ചാകും, ഏതാവനും ചാകും. കാർഡിയോളജിയുടെ 5 ആശുപത്രിയുള്ള ഡോക്ടർ ഹോട്ടൽ മുറിക്കകത്ത് കിടന്ന് ചങ്ക് പൊട്ടി മൂക്കി കൂടെ ചോര വന്ന് ചത്തിട്ട് ഒരു തുള്ളി വെള്ളം തൊട്ട് കൊടുക്കാൻ ഒരാളും ഇല്ലായിരുന്നു. 63 കാർഡിയോളജിയിലെ ഡോക്ടേഴ്സിന് സാലറി കൊടുത്ത മനുഷ്യൻ
ചങ്ക് പൊട്ടി ചത്തിട്ട് വെള്ളം തൊട്ട് കൊടുക്കാൻ ആളില്ലെങ്കിൽ നിങ്ങൾ ഓർത്തു നോക്കിക്കേ, ധനവാൻ മരിക്കും, ധനവാൻ മരിക്കും. ഈ അലക്സാണ്ടർ ചക്രവർത്തി മരിക്കുന്നതിന് മുമ്പ് അയാൾ പറഞ്ഞ 3 കൂട്ടം കാര്യങ്ങളിൽ 2 കൂട്ടം കാര്യം എനിക്ക് സന്തോഷമുള്ളതാ. ഒന്ന്, എൻ്റെ പെട്ടി തുറന്ന് കൈ പുറത്തോട്ട് മലർത്തിയിടണം. അത് നമ്മളെപ്പോഴും പ്രസംഗിക്കുന്നതാണ്. രണ്ടാമത്തെ അദ്ദേഹം പറഞ്ഞ വാശി എന്നറിയോ, എൻ്റെ ബോഡി കൊട്ടാരത്തിലെ വൈദ്യന്മാരെ ചുമക്കാവുള്ളൂ. അദ്ദേഹത്തോട് ചോദിച്ചാൽ അതെന്തിനാണ്? യവന്മാർക്ക് എന്നെ രക്ഷിക്കാൻ പറ്റിയില്ലെന്ന് നാട്ടുകാരറിയണം. നിങ്ങൾ എത്ര പേരുടെ കേൾക്കുന്നുണ്ട്? മരുന്ന് രക്ഷപ്പെടുത്തുകയില്ല, തമ്പുരാനെ രക്ഷപ്പെടുത്താൻ പറ്റത്തുള്ളൂ. ധനവാൻ മരിച്ചു, ലാസർ മരിച്ചു. നിങ്ങൾ എന്നെ കേൾക്കണേ അപ്പാ, ലാസറും മരിച്ചു. ആമേൻ. നിങ്ങൾ കേട്ടോണേ, ഞാൻ ഞെട്ടിപ്പോയത് എവിടെയാണെന്നറിയാമോ? നമ്മുടെ നാട്ടിലെ ഒരു സാധാരണക്കാരെ ആർക്കും അറിയില്ല, ധനാഢ്യരെ എല്ലാവർക്കും അറിയാം. പക്ഷെ ബൈബിൾ കാണിച്ചത് കണ്ടോ? പുഴുത്ത ലാസറിന്റെ പേരെഴുതി വെച്ച് ധനവാന്റെ പേരെഴുതിയില്ല. ഞാൻ ചോദിച്ചു, കർത്താവേ, ഞങ്ങളൊക്കെ ആണെങ്കിൽ സഭയിലെ സാധുക്കളുടെ പേര് മറന്നു വെച്ച് കാശുള്ള അച്ഛന്മാരുടെ പേര് ഞങ്ങൾ കൂടെ പറയും. നീ എന്താ ഇങ്ങനെ? കർത്താവ് പറഞ്ഞു, കാശവന്റെ കീശേ കിടക്കും, എൻ്റെ മനസ്സിലുള്ളത് മാനസാന്തരപ്പെട്ടവന്റെ പേരാ. ഹല്ലേലൂയ. ഉച്ചക്കടയിലെ എത്ര കോടീശ്വരനാണ് നീയെങ്കിലും നിന്റെ പൈസ തമ്പുരാനെ ഭ്രമിപ്പിക്കുകയില്ല. നീ പോയി വേറെ പണി നോക്ക്. ദൈവത്തിനു വലുത് രക്ഷിക്കപ്പെട്ട. ഇവിടെ കിടന്ന് ആമേ മിടുക്കം കളിക്കാന്നേ ഉള്ളു. ധനവാനും ലാസറും പെട്ടെന്ന് പറഞ്ഞു, സുവിശേഷ യോഗമല്ലേ, പറഞ്ഞേ പറ്റൂ. ഹല്ലേലൂയ. ധനവാൻ മരിച്ചു, ലാസറും മരിച്ചു. ഇനി നിങ്ങൾ പറ, ആമേ സാംബാസിന് പറ, ഒരു ധനവാന്റെ വീട്ടിൽ കൊടിച്ചുപട്ടിയെ വളർത്തുവോ? ഇല്ലല്ലോ. റോട്ടിൽ കിടക്കുന്ന 6 മൈൽ തെളിഞ്ഞ പട്ടിയെ വളർത്തുവോ? ഇല്ല. അയാൾ വളർത്തുന്ന പട്ടി കുറഞ്ഞത് ഒരു 50,000 രൂപയുടെ പട്ടിയായിരിക്കും. ചില വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ കാണുന്ന സങ്കടം, പട്ടി ഏസിക്കാത്തും വീട്ടുകാരെ ചൂടത്തും. എന്തൊരു ഗതികേടാന്ന് ആലോചിച്ച് നോക്കി. ഒന്നുകൂടെ, പട്ടിക്ക് ചിക്കൻ മേടിച്ചു കൊടുക്കുന്നു, വീട്ടിലെ ആൻറ്റി അമ്മ മീൻ ഉണങ്ങിയതും തിന്നുകൊണ്ട് അവിടെ ഇരിക്കുന്നു. തലയുടെ ഭ്രാന്തൊന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെയാണെങ്കിൽ ധനവാന്റെ പട്ടി വില കൂടിയ പട്ടിയായിരിക്കണം. പക്ഷെ ധനവാൻ ആ പട്ടിയോട് പറഞ്ഞു, മക്കളെ, നീ പോയി ആ ലാസറിന്റെ പരുവിൻ്റെ മേലെ നിന്ന് നക്കിക്കൊടുക്ക്. അരമുള്ള നാക്ക് കൊണ്ട് നക്കുമ്പോൾ പരുവിൻ്റെ ചൊറിച്ചിൽ അടങ്ങുന്നെങ്കിൽ അടങ്ങിക്കോട്ടെന്ന് പറഞ്ഞ്. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എനിക്ക് ധനവാനെ ഇഷ്ടമാണ്. കെട്ടിപ്പൊക്കിയ മതിലിൻ്റെ വാതിക്കെ പട്ടി കൊണ്ട് സൂക്ഷിക്കുക എന്ന് ബോർഡും വെച്ച ഉണക്ക ധനവാനല്ല. പുഴുത്തവനെ തിണ്ണെ കിടത്തിയ ധനവാൻ അത്ര അഴുക്ക് ധനവാനല്ലല്ലോ. ഇനി ധനവാന്റെ ക്വാളിറ്റിയുടെ രണ്ടാമത്തെ കാര്യം പറയാം. ഈ പുള്ളി നരകത്തിൽ കിടക്കുമ്പോഴും പുള്ളി പറഞ്ഞു, ആമേ, ലാസറിനെ നാട്ടിലോട്ട് വിടാമെങ്കിൽ എൻ്റെ സഹോദരന്മാർ മാനസാന്തരപ്പെടും. നമ്മുടെ ധനവാന്മാരോ, ആമേ, ഞാൻ മുടിഞ്ഞെങ്കിൽ അതിൻ്റെ 10 ഇരട്ടി എൻ്റെ അനിയൻ മുടിയണമെന്ന് പറഞ്ഞ് മുടിഞ്ഞോന്മാരാ നമ്മൾ. അപ്പൊ ഇത് അത്ര കൊള്ളുകയില്ലാത്ത ധനവാനല്ല. ധനവാനും ലാസറും മരിച്ചു. ഇനി ഒരു കാര്യം ഞാൻ പറയാം, ഇവിടെ മന്ത്രി വന്നാലും പോലീസ് കാണും, കള്ളനെ പിടിച്ചാലും പോലീസ് കാണും. ഈ 2 പേർക്കും പോലീസാണ് വരുന്നത്. ഇതുപോലെ ധനവാനെ നരകത്തിലോട്ട് കൊണ്ടുപോകാനും ദൂതനാ വന്നത്, ലാസറിനെ സ്വർഗത്തിലോട്ട് കൊണ്ടുപോകാനും നിങ്ങൾ വീട്ടുന്നില്ലല്ലോ ദൂതനാ വന്നത്. 2 കൂടി ഇവിടുത്തെ എടുത്ത് പൊക്കിക്കൊണ്ടുപോയി. നിങ്ങൾ നോർത്ത്. ഇനി എന്നെ ഒന്ന് ശ്രദ്ധിക്കണേ പ്ലീസ്, എന്നെ ഒന്ന് ശ്രദ്ധിച്ച്. ധനവാനെ യാതനയ്ക്കകത്തും ലാസറിനെ അബ്രഹാം പിതാവിന്റെ മടിയിലും. ഈ ധനവാൻ ഇവിടെ കിടന്നുണ്ട്, അബ്രഹാം പിതാവേ, ലാസറിൻ വിരൽ മുക്കി നാവിനെ നനയ്ക്കണമേ, നരകവാസം ഇങ്ങനെയോ ഞാനതറിഞ്ഞില്ലേ, ദൈവമൊരുക്കിയ പാതാള നരകം ഇത്ര ഭയങ്കരമോ, പുകവലിച്ചു ഞാൻ മദ്യലഹരിയിൽ മാന്യനായി നടന്നു, ഇപ്പോൾ പുകയും ഗന്ധകവും അകത്തും പുറത്തും പുഴുവും, തീജ്വാലയാൽ എന്റെ നാവ് വരളുന്നേ, ഒരിറ്റു വെള്ളം തരണേ, തീജ്വാലയാൽ എന്റെ നാവ് വരളുന്നേ, ഒരിറ്റു വെള്ളം തരണേ, അബ്രഹാം പിതാവേ, ലാസറിൻ വിരൽ മുക്കി എന്റെ നാവിനെ നനയ്ക്കണമേ. ധനവാൻ നരകത്തിൽ കിടന്നുകൊണ്ട് പറഞ്ഞു ഓർക്കുന്നുണ്ടോ?
അബ്രഹാം പിതാവേ, ഇന്നാൾ ഒരാൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ സ്വർഗത്തിൽ പോകാൻ വേണ്ടി കിടന്ന് തത്രപ്പെടുന്നെന്ന്. ഞാൻ പറഞ്ഞു, എൻ്റെ അച്ഛാ ഒന്നുമില്ല, വെള്ളം കുടിച്ച് കിടക്കാല്ലോ. ഇതൊക്കെ ആരോട് പറയാൻ? നിങ്ങളോട് ഇതൊക്കെ പറയുന്ന എന്നെ ഓടിച്ചിട്ട് തൊഴിക്കണം. ഇനി സ്വർഗത്തിൽ എടി കൊച്ച ഇങ്ങോട്ട് നോക്കിയാ, സ്വർഗത്തിൽ ബിരിയാണി കിട്ടിയില്ലേ, വെള്ളം കിട്ടുകയല്ലേ, അതൊരു സന്തോഷമല്ലേ. ഇനി രണ്ടാമത്തെ കാര്യം എന്നെ ഞെട്ടിച്ചെന്നറിയോ, ഈ ധനവാന്റെ വീടിന്റെ തിണ്ണെ കിടക്കുമ്പോൾ ലാസറിന്റെ വിരലിന്റെ അറ്റത്ത് പഴുപ്പായിരുന്നു. ആ പഴുത്ത കൈ കൊണ്ട് വെള്ളം തൊട്ട് തരാൻ ധനവാൻ പറയല്ല, കാര്യം വെള്ളം വായി വീഴുന്നതിന് മുമ്പ് പഴുപ്പ് വായി വീഴുമായിരുന്നു. അതേ ധനവാൻ ഇപ്പം യാതന കടന്നുകൊണ്ട് പറയുക, എനിക്ക് ലാസറിന്റെ ആ വിരലുകൊണ്ട് തന്നെ വെള്ളം വേണമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പഴുപ്പ് അവിടെ ഇല്ലെന്ന് മനസ്സിലായോ? ആ കൈയൊന്ന് അടിക്കാൻ നീ അടിക്കേ. എന്താ അതിന്റെ അർത്ഥം? നിങ്ങൾ വിചാരിക്കുന്നത് പോലെ രോഗസൗഖ്യത്തിനോ രോഗശാന്തിക്കോ നിത്യതയുമായി വലിയ ബന്ധമില്ല. ഇതിന്റെ അർത്ഥം സുഭാഷ് കുമാരൻ പറയുന്നത് രോഗശാന്തി വേണ്ടെന്നാണോ? ഇവിടുന്ന് നിങ്ങൾ കാർ ഓടുത്തോണ്ട് കവലയ്ക്ക് പോകുമ്പോ നിങ്ങൾ പോകുന്നത് കരിയില പറപ്പിക്കാനല്ല, സാധനം മേടിക്കാനാ പോകുന്നത്. പക്ഷെ കാർ ഓടിയ കരിയില പറക്കും. അത് തത്വമാണ്. യേശുവിനെ സേവിക്കുന്നത് അത്ഭുതത്തിന് വേണ്ടിയല്ല, പക്ഷെ സേവിച്ചാൽ അത്ഭുതം നടക്കുമെന്ന് ആ കരമടിച്ച ഒന്ന് പിടിച്ചേ. ആ ദൂത് ആമേൻ. നിന്റെ മകളുടെ കാര്യം ദൈവം നോക്കും, നിന്റെ വീടിന്റെ കാര്യം ദൈവം നോക്കും, ആമേൻ. നിന്റെ ആരോഗ്യം ദൈവം നോക്കും. പക്ഷേ സേവിക്കുന്നത് നിത്യതയ്ക്ക് വേണ്ടിയാ. പോട്ടെ, ഞാൻ ഇങ്ങനെ വിസ്തരിച്ചാൽ ഇതൊന്നും ഒരിടത്തും എത്താൻ പോകുന്നില്ല. യേശു കർത്താവ് ചെയ്ത 37 അത്ഭുതങ്ങൾ, 3 മരിച്ചവർക്ക് ഉയർപ്പ്, യായിറോസിന്റെ മകളെ വീട്ടിൽ, വിധവയുടെ മകനെ റോട്ടിൽ, ലാസറിനെ കല്ലറയ്ക്കകത്തുനിന്ന് യേശു ഉയർപ്പിക്കുക. ഒരു ദൂതി ഞാൻ പറയാം, വീട്ടിൽ നഷ്ടപ്പെട്ടാൽ വീട്ടിലും, റോട്ടിൽ നഷ്ടപ്പെട്ട റോട്ടിലും, കല്ലറയ്ക്കകത്ത് കൈവിട്ടാൽ അവിടെ വന്ന് കർത്താവ് തിരിച്ചു തരും. യേശു മൂടാൻ വന്നതല്ല, യേശു ഉയർപ്പിക്കാൻ വേണ്ടി വന്നതാണ്. നിലത്തു തുപ്പി ചേറുണ്ടാക്കി, ചേറ് കുഴച്ച് കണ്ണിൽ പുരട്ടി 4 കുന്നിനെ തഴുകി വരുന്ന ശിലോഹംകുളത്തിന്റെ തണുത്ത വെള്ളത്തിൽ ഒന്ന് മുഖം കഴിയപ്പോ മണ്ണ് ചാടിക്കറി കണ്ണാകുന്നത് ഇസ്രായേൽ മുഴുവൻ കണ്ടതാണ്. നമ്മുടെ കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. അങ്ങനെ 36-37 അത്ഭുതങ്ങൾ സുവിശേഷങ്ങൾ നമുക്ക് തരുന്നു. സുവിശേഷ പുസ്തകങ്ങളുടെ അവസാനം യേശുവിന്റെ ക്രൂശ് മരണം ലേഖനങ്ങളുടെ തുടക്കമാണ്. ശ്രദ്ധിക്കണേ, ലേഖനം കാറ്റലോഗാണ്. 35,000 രൂപയുടെ ഫ്രിഡ്ജ് മേടിക്കുമ്പോൾ വിലയില്ലാത്തൊരു സാധനമുണ്ട്, കാറ്റലോഗ്. പക്ഷെ ഒരു കാര്യം, ഈ കാറ്റലോഗ് നോക്കിയാലേ ആ സാധനം വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതുപോലെ ലേഖനം ദൈവസഭയുടെ നടപടിക്രമങ്ങളാണ്. യേശുവിനെ അറിയുന്നത് കൊണ്ട് നിത്യതയിൽ ചെല്ലണമെന്നില്ല. ഞാൻ ചെയ്യേണ്ട ബൈബിളിലത്തൊരു വാക്യമുണ്ട് പാസ്റ്റർ, ശൗലേ സഹോദര, കാഴ്ച പ്രാപിക്കുക. കാഴ്ച ഇന്ന എടുത്തോടാന്ന് പറയല്ല, കാഴ്ച പ്രാപിക്കുക. പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഉത്തരവാദിത്വം അതിനകത്തുണ്ട്. യേശുവിനെ രക്ഷിതാവായി വിശ്വസിക്കുകയും അവൻ രക്ഷകനാണെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. നിനക്കൊരു ഡ്യൂട്ടി ഉണ്ട്. വെറുതെ കൊണ്ട് 73 കിലോ കസേര വെച്ചേച്ച് 9:15 എടുത്തോണ്ട് പോയാൽ സ്വർഗത്തിൽ പോവുകയില്ല. അങ്ങനെ ലേഖനങ്ങൾ, ഈ ലേഖന സമുച്ചയങ്ങളിൽ ഞാൻ ദൂതിലേക്ക് തത്രപ്പെട്ടെത്തുക. സമുച്ചയങ്ങളിൽ സിംഹഭാഗ ലേഖനങ്ങളും അപ്പോസ്തലനായ പൗലോസിന്റെ വെളിപ്പാടാണ്. ഒരു തർസോസുകാരൻ, ഒരു കപ്പലുടമയുടെ മകൻ, ഒരു കാലഘട്ടത്തിന്റെ തർക്കശാസ്ത്രി, ഡിബേറ്റുകളുടെ രാജകുമാരൻ. ആമേൻ ആമേൻ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അധികാരത്തിന്റെ ഉത്തുംഗ ശ്രേണിയിൽ കയ്യെത്തിച്ച് പിടിക്കാൻ കരുത്തുള്ളവൻ. ഈജിപ്തിലെ പൊക്കമുള്ള കുതിരപ്പുറത്ത് അധികാരപത്രവും ഈർച്ചയുള്ള മൂർച്ചയുമായി പുറപ്പെട്ട ഒരു വല്ലാത്ത ബെന്യാമിൻ ഗോത്രക്കാരൻ, കടിച്ചുകീർന്ന ചെന്നായ എന്ന അപരനാമം നെറുകയിൽ പേറിയവൻ. അങ്ങനെ ഡെമാസ്കസിന്റെ വാതിക്കൽ, നിങ്ങൾ എന്നോട് കൂടെ ഉണ്ടല്ലോ അല്ലേ, വാതിക്കൽ വെച്ച് തമ്പുരാൻ അവനെ പിടിക്കുക, പിടിച്ച് പുടിതീറ്റിക്കുക. അവനെ എടുത്ത് 9-ാം അധ്യായത്തിൽ നിന്ന് അവനെ എടുത്ത് ദൈവസഭയ്ക്കകത്ത് കൊണ്ട് വെക്കുകയാ. 13-ാം അധ്യായത്തിൽ അന്ത്യോക്യയിലെ ദൈവസഭയിൽ പ്രൗഢഗംഭീരമായ 3 മിഷണറി യാത്രകൾ, അധികമടി, ആവോളം തടവ്, 40 പട്ടണം, ഏതാണ്ട് 9 ദ്വീപുകൾ,
14 ലേഖനങ്ങൾ. അധമപാതാളത്തിന്റെ കത്തുന്ന തീയുടെ ഗന്ധവും സ്വർഗത്തിന്റെ മഹത്വവും ആത്മാവ് കൊണ്ട് അനുഭവിച്ച അസാധാരണനായ ദൈവത്തിന്റെ മനുഷ്യൻ. എൻ്റെ ശാരീരിക സ്ഥിതി നിന്ദ്യമെന്ന് പറഞ്ഞ ആരോഗ്യക്കുറവുള്ളൊരു മനുഷ്യൻ, വട്ടക്കാലുള്ള മനുഷ്യൻ, കണ്ണു ചീഞ്ഞ മനുഷ്യൻ, വിസിലടിച്ച് ശ്വാസം വലിക്കുന്നവൻ, എന്നാൽ ആമേ തൻ്റെ വാക്കുകൾക്ക് കാട്ടിലെ സിംഹത്തെക്കാൾ കരുത്തുള്ളവൻ. വാളിന് മൂർച്ച വെക്കുമ്പോൾ കാരാഗ്രഹത്തിനകത്തുനിന്ന് വാളെ നോക്കി ഞാൻ വേറൊരു മശയെ കാത്തിരിക്കണോ നല്ല പൗലോസ് ചോദിച്ചത്. ഞാൻ നല്ലപോലെ പൊരുതി എൻ്റെ ഓട്ടം തികച്ചു, എൻ്റെ വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു പറഞ്ഞ അസാധാരണനായ ദൈവത്തിൻ്റെ മനുഷ്യൻ. ആ മനുഷ്യൻ എഴുതിയ 14 ലേഖനങ്ങൾ ശ്രദ്ധിക്കണേ. കൊപ്ര ചക്കിലിട്ടാട്ടി എണ്ണ ഊറ്റുന്നത് പോലെ 14 ലേഖനങ്ങൾ ഒരുമിച്ചിട്ട് ചക്കിലിട്ടാട്ടിയാൽ പൗലോസ് പറഞ്ഞ 4 ദൂതുകൾ ഇറങ്ങി വരും. കരടില്ലാത്ത, പൊടിയില്ലാത്ത, ചണ്ടിയില്ലാത്ത 4 ദൂതുകൾ. 1 യേശുവിന്റെ മടങ്ങി വരവ്, 2 യേശുവിന്റെ ക്രൂശ്, 3 യേശുവാര്, 4 എന്താണ് സഭ, എന്തായിരിക്കണം സഭ. ഒന്നുകൂടി ആവർത്തിക്കുന്നു, പൗലോസിന്റെ ലേഖനങ്ങൾ ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇതൊന്ന് പൗലോസിന്റെ ലേഖനങ്ങൾ: 1 യേശുവിന്റെ മടങ്ങി വരവ്, 2 യേശുവിന്റെ ക്രൂശ്, 3 യേശുവാര് മറിയയുടെ ഗർഭത്തിൽ തുടങ്ങി ഗാൽഗുത്തായുടെ നെറുകയിൽ അസ്തമിച്ചു പോയ ഒരു മാംസപിണ്ഡമല്ല എൻ്റെ കർത്താവ്, അവൻ അനാദിയായ ശാശ്വതവാനായ ദൈവമാണെന്ന് ആ കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. 4 എന്താണ് ദൈവത്തിന്റെ സഭ. ഇങ്ങനെ സാധാരണമായ വെളിപ്പാട്. അക്കൂട്ടത്തിൽ എൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു ആർത്തിയുണ്ട്. ഉത്തമഗീതം 8:5 പ്രിയന്റെ മാറിടത്തിൽ ചാരിക്കൊണ്ട് വരുന്നോർ ഇവൾ ആര്. മണവാട്ടി സഭയെക്കുറിച്ച് പ്രാവചനിക ഭാഷയിൽ ചോദിച്ചൊരു ചോദ്യമാണെന്നാണ് എൻ്റെ ഉള്ളിൽ കിടക്കുന്നത്. ഓർക്കുന്നുണ്ടോ നമ്മുടെ അപ്പച്ചന്മാർ പാടിയ പാട്ട്? മരുഭൂവിൽ നിന്ന്, അറിയാവോ പാട്ട്? പ്രിയന്മേൽ ചാരി മോഹന രൂപിയായി, ഓ മരുഭൂവിൽ നിന്ന് പ്രിയന്മേൽ ചാരി മോഹനരൂപിയ വരുന്നതാമിവളാരോ. നിങ്ങളുടെ ചെല്ലയുടെ നോട്ടം കണ്ടിട്ട് ഹോ മരുഭൂവിൽ നിന്ന് പ്രിയന്മേൽ ചാരി. ഞാൻ ഈ കൊച്ചുള്ളത് കൊണ്ടാണ് ഞാൻ 2 പാട്ട് പാടുന്നത്. ചിലയിടത്തൊക്കെയാണ് ഞാൻ പാടുകയില്ല, കാര്യം ഞാൻ ഡീക്ക് പാടും, അവൻ ഏക്ക് പിടിക്കും, പിന്നെ ഇവിടെ കിടന്ന് ഇടിനാശവും വെള്ളപ്പൊക്കം ഉണ്ട്. ഓ മരുഭൂവിൽ നിന്ന് പ്രിയന്മേൽ ചാരി മോഹനരൂപിയ വരുന്നതാ ഇവളാരോ. അറിയാമോ? പാർത്തലെ കഷ്ടം സഹിച്ച തന്റെ പരിശുദ്ധ മണവാട്ടിയ സത്യസഭയിതെന്നറിഞ്ഞിടുക. ഇപ്പൊ കേട്ടോണം. ഉണരുക സഭയെ, അയ്യട ശിരസേ മണവാളൻ വരവേറ്റം അടുത്തുപോയൊരുങ്ങിടുക. ഒന്ന് കൈയടിച്ച് പാടി. രാത്രി കഴിവാനായി പകലേറ്റം മാത്ര നേരത്തിനുള്ളിൽ കാത്തനുമെഴുന്നള്ളാറാ. രാത്രി കഴിവാറായി പകലേറ്റം മാത്ര നേരത്തിനുള്ളിൽ കാത്തനും എഴുന്നള്ളാറാ. ഓ സോദര ഉറങ്ങുകയോ, സിയോൻ യാത്രയിൽ മയങ്ങുകയോ, നാം വീരരായി വിച്ചിടുക. ഓ ഉണരുക സഭയെ, ഉയർത്തുക ശിരസേ, അടുത്തുപോയൊരുങ്ങിടുക. ഉണരുക സഭയെ. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എബ്രായ ലേഖനത്തിലേക്ക് ഓടി വരിക. ഈ പൗലൂസിന് സാറ്റുകളി ഇഷ്ടമുള്ള ആളല്ല, ഒളിച്ചു കളി അദ്ദേഹത്തിന് താല്പര്യമില്ല. ഈ അപ് ടു ഡേറ്റ് ഹോളി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. എന്നും സംസാരിക്കുമ്പോൾ അറിയാതെ വിശുദ്ധി സൂക്ഷിക്കുന്നൊരു സ്വഭാവം. ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് യോഗത്തിന് വരാൻ കോട്ടയത്ത് നിന്ന് ഇറങ്ങി, പാസ്റ്ററിന്റെ വെപ്രാളം കൊണ്ട് പാസ്റ്റർ ചോദിക്കുക, ദേവദാസിനെ എവിടെയായി? എത്തിക്കൊണ്ടിരിക്കൂല്ലേ? കോട്ടയം വിട്ടിട്ടേ ഉള്ളൂ. ഇവിടെ നിൽക്കുന്നവൻ പാട്ടുപാടി തൊണ്ടയിലെ വെള്ളം പറ്റിച്ച് പിന്നെ ബോർവെൽ അടിക്കാൻ തുടങ്ങി. ചിലർക്ക് എങ്ങനെയാ, താമസിച്ചു വരുന്ന ഒരു സന്തോഷമുള്ള ആളുകളുണ്ട്. ഹല്ലേലൂയ, അത് സ്തോത്രം.
ഈ ചില ആളുകൾക്ക് അങ്ങനെയാണ്. അവർ റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ട്രെയിനിൻ്റെ പുറകിലത്തെ ഇൻഡു കാണും. അതങ്ങനെയാണ്. അതെന്തെങ്കിലും ആയിക്കോട്ടെ. ഞാൻ ദൈവമേ കഴിയുന്നിടത്തോളം യോഗത്തിന് ഞാൻ നേരത്തെ പോകും കേട്ടോ. എന്തെങ്കിലും അബദ്ധം പറ്റിയാലേ ഉള്ളൂ. എനിക്ക് ഹെലികോപ്റ്ററല്ല, ഒരു കാറാണ്. അത് നിലത്തൂടെയാണ് വരുന്നത്. ബ്ലോക്ക് കാണുമ്പോൾ എന്ന് പറഞ്ഞ് മേളിലോട്ട് കയറാൻ പറ്റുകയില്ല. എങ്കിലും ഞാൻ വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങും. ഞാൻ എല്ലാ യോഗ സ്ഥലത്തും ചെന്ന് നേരത്തെ ചെന്ന്, ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു യോഗത്തിന് ഒന്ന് ഇങ്ങനെ ആളുകളുടെ നടുക്ക് കയറി ഇങ്ങനെ ഇരിക്കുക. എനിക്ക് ഈ ഓടി വന്ന് പ്രസംഗിക്കാനുള്ള കൃപ വളരെ കുറവാണ്. എനിക്ക് അന്തരീക്ഷത്തിൽ 10 മിനിറ്റ് ഇരിക്കണം. ഉണ്ടോ? വായ്പയെങ്കിലും മേടിച്ചൊരാമയും പറയുന്നുണ്ടോ നോക്കിയാൽ. എൻ്റെ അപ്പോ ഞാൻ അപ്പോൾ സ്റ്റേജിൽ കിടന്ന് ഒരു പാസ്റ്റർ ദൈവമേ നിന്റെ ദാസൻ റോട്ടിലാണ്. ഞാൻ പറഞ്ഞല്ല, ഞാൻ കസേരയില്ല. അടുത്തിരിക്കുന്ന പുള്ളിയോട് പറഞ്ഞു, നിന്റെ ദോസനെ കൊണ്ടുവരുന്നതിനെ സ്തോത്രം. ഞാനത് അടുത്തിരിക്കുന്ന പുള്ളിയുടെ തുടക്കിട്ട് കുത്തി ചമ്മിപ്പോയി. ഞാൻ വന്നേ. നീ ആരാന്നാ നിന്റെ വിചാരം? കൃപയാലല്ലേ രക്ഷിക്കപ്പെട്ടത്? കൃപയാൽ. ഞാനൊരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചതാ. മലന്ന് കിടന്ന് മേളിലോട്ട് നോക്കിയ സൂര്യഗ്രഹണം കാണുന്ന ഒരു പെരക്കകത്താണ് ഞാൻ താമസിച്ചത്. 9 യൂണിറ്റ് അരി കൊണ്ട് 1 മാസം ജീവിക്കേണ്ട ഗതികേട് ജീവിച്ചൊരു വീടാണ് എൻ്റെ വീട്. ഉപ്പൂറ്റി നിലത്ത് മുട്ടുന്ന ചെരുപ്പ്, ഓടാത്ത വാച്ചും കച്ചം കീറിയ ഉടുപ്പുമൊക്കെ ആയിരുന്നു ഞങ്ങളുടെ സമ്പത്ത്. പിന്നെ സൺഡേ സ്കൂളിന് പോകാൻ കുടയില്ലാഞ്ഞിട്ട് വാഴയുടെ തൂശനെല്ലാം തലയൊക്കെ വെട്ടിവെച്ചുകൊണ്ട് യോഗത്തിന് പോയവരാ ഞങ്ങൾ. ആർഭാടത്തിന്റെ കളിയൂഞ്ഞാൽ ആടിയവരല്ല. കൃപയാൽ ഇന്ന് വരെ ദൈവം നിർത്തിയതാണ്. ആമേ. സുഭാഷ് കുമാർ എന്നുള്ള പേര് എന്നെ അധികം പരിചയപ്പെടുത്താൻ തുടങ്ങിയ ഞാൻ ഇരിക്കുന്നിടത്ത് നിന്ന് ചാടി എഴുന്നേറ്റ് വരും. എന്തിനാണെന്നറിയോ? എനിക്ക് പേടിയാ, എനിക്ക് പരവേശമാ. ഓരോ ദിവസം നിർത്തുന്നത് ദൈവത്തിന്റെ കരുണയാണെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആ കരമൊന്ന് ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പോട്ടെ. ഈ പൗലൂസിന് ഒളിച്ചാക്കളി അതിന്റെ തെളിവ് ഞാൻ പറയാം. ആമേ. വേറൊരു ലേഖനത്തിൽ പൗലൂസ് പറയാ, ഞാൻ ഗായോസിന്റെ വീട്ടിൽ വിരുന്നിനിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു. തെർത്തോസ് എഴുതി കെങ്കരയാ സഭയിലെ ശുശ്രൂഷക്കാരിയായ ഫേബയുടെ കയ്യിൽ ലേഖനം കൊടുത്തു വിടുന്നു. ആ ഔദാര്യങ്ങൾ നിങ്ങൾ അവളുടെ കയ്യിൽ കൊടുത്ത് തിരിച്ചു വിടണം. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് വേറെ ആരെങ്കിലും പറയുമോ? പൗലൂസ് പറയുക, ഞാൻ ഗായോസിന്റെ വീട്ടിൽ വിരുന്നിനിരിക്കുമ്പോ, നമ്മുടെ ചില ആളുകൾക്ക് ഞാൻ കഴിച്ചോണ്ടിരിക്കുക എന്ന് പറയാൻ മടിയാ. വായിക്കാത്ത ലഡു ഇട്ടോണ്ടാ പറയുന്നത് ഞാൻ പ്രാർത്ഥിച്ചോണ്ടിരിക്കുവാന്ന്. എന്തിന് ആരോടായി കള്ളം പറയണേ? എന്നാ നീ ഒരുപിടി ഭക്ഷണം കഴിച്ചെന്ന് നാട്ടുകാർ കേട്ടാ അന്നേരം കൃപ ചോർന്നു പോവോ? പൗലൂസിനെ കണ്ടോ? പൗലൂസിന്റെ ആത്മീകതയ്ക്ക് മനുഷ്യരുടെ അടിവരെ ആവശ്യപ്പെട്ടില്ല. മനുഷ്യൻ ഞാൻ ഗായോസിന്റെ വീട്ടിൽ വിരുന്നിനിരിക്കുക. അതെന്നാ ഗായോസ് എനിക്കൊരു വിരുന്ന് തന്നു. ഇത്ര തെളിവ് പറയുന്ന ഈ മനുഷ്യൻ എന്തുകൊണ്ട് എബ്രായ ലേഖനത്തിൽ പേരെഴുതിയില്ല? അതൊരു ചോദ്യമാണ്. പൗലൂസിന് എന്നാ എബ്രായ ക്രിസ്ത്യാനികളെ പേടിയാണോ? നിങ്ങൾ പറ. 3 കാര്യം ഞാൻ പറയാം. 1, രാജശ്രീ ഫെസ്തോസേ, ഒരു അധികാരിയുടെ മുഖത്ത് നോക്കി വിളിച്ചതാ. 2, അഗ്രിപ്പ രാജാവേ, ഒരു രാജാവിന്റെ മുഖത്ത് നോക്കി വിളിച്ചതാ. 3, ഉണ്ട നിറച്ച തോക്കുമായിട്ട് നിൽക്കുന്ന റോമൻ പട്ടാളക്കാരനോട് ചോദിച്ചതാ, എടാ റോമാ പൗരനായി എന്നെ വിസ്താരം കൂടാതെ അടിക്കാൻ നിന്നോട് ആരാടാ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഈ മേലാത്ത മനുഷ്യൻ പട്ടാളക്കാരനോട് നിന്ന് കയർക്കും. ഇത് ഒളിച്ചാക്കാൻ അറിയാവുന്ന ആളല്ല. എന്നിട്ട് പൗലോസ് എന്തിനു ഒളിച്ചു? അതൊരു ചോദ്യമാണ്. മറുപടി പെട്ടെന്ന് പറഞ്ഞു. ദൂതിലേക്ക് കയറി ഒന്ന് കയറാനുള്ള നേരമേ ഉള്ളൂ പ്രിയരെ. ആമേൻ. പൗലോസ് പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിക്കണേ, 2 സൈസ് കോളുകളുണ്ട്. ഞാൻ സാംബാസിനെ വിളിക്കുന്നു. ഹലോ സാംബാസിനെ, എന്താണ് വിശേഷം? കർത്താവിൻ്റെ ദാസേ സുഖമായിട്ടിരിക്കുന്നു. മോള് പ്രോഗ്രാമൊക്കെ ഉണ്ടോ? ഒന്ന് ചിരിക്കച്ച. പ്രോഗ്രാമൊക്കെ ഉണ്ടോ? സന്തോഷമായിട്ടിരിക്കുന്നു. എന്നാൽ പിന്നെ ഞാൻ അങ്ങ് ഫോൺ വെക്കട്ടെ. ആ സംഭാഷണത്തിൻ്റെ പേര് ഫ്രണ്ട്ലി ടോക്ക് എന്നാണ്. സൗഹൃദ സംഭാഷണം. അപ്പൊ സൗഹൃദ സംഭാഷണത്തിനകത്ത് ഭാര്യ, മക്കള്, പ്രോഗ്രാം, സഭ. എന്നാൽ പെരയ്ക്ക് തീ പിടിക്കുമ്പോൾ ഫയർ സ്റ്റേഷനിലോട് വിളിച്ചു, സാറേ ആരാ? സാർ ജോയ് സാറാണോ? ജോയ് സാറേ അമ്മാമ്മയ്ക്ക് സുഖമാണോ? അയ്യോ പിള്ളേരുടെ പള്ളി കൊടുത്തി പോയോ? ആണോ? ഓ യൂണിഫോം ഒക്കെ തയ്ച്ച് കിട്ടിയോ? പെര നിന്ന് കത്തുവോ? എടാ പെരാന്താ, നീ പെര കത്തുവാന്ന് പറ. അപ്പൊ പെര കത്തുന്നതിന് ഫയർ സ്റ്റേഷനിലേക്ക് കോള് പോയാൽ വിളിക്കുന്നതിന് ആളിന്റെ പേര് അപ്രസക്തമാണ്. പറഞ്ഞല്ലോ, ഉച്ചക്കട ജംഗ്ഷൻ പെര കത്തുന്നു, ഓടിവാ, തീർന്നു.
നിങ്ങൾ കേട്ടില്ല? അവിടെ പേര് ഇതുപോലെ എബ്രായ ക്രിസ്ത്യാനികൾ വളരെ ഡേഞ്ചർ സോണിൽ നിന്നപ്പോ പൗലോസിന് പേര് പറയാൻ നേരമില്ല. ആ നേരം കൂടെ ദൂത് പറയുകയാ. ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു എന്ന് പറഞ്ഞിട്ട് പൗലോസ് പറയുന്നു, ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ. ഇനി നമ്മൾ വായിച്ച ദൂതിലേക്ക് വരാം. പൗലോസ് പറയുന്നു, സമയമില്ലാത്തതുകൊണ്ടാണ് എനിക്കിത് നീട്ടി പറയാൻ അറിയാൻ മേലഞ്ഞിട്ടൊന്നുമില്ല. മൃഗത്തിന്റെ ഉടല് പാളയത്തിന് പുറത്ത് തീക്കകത്ത് കിടക്കുന്നു. എന്തിന്? മൃഗം തെറ്റ് ചെയ്തിട്ടാണോ? അല്ല, പിന്നെ യഹൂദന്റെ തെറ്റിന് വേണ്ടിയിട്ട് ഒരാട് തീക്കകത്ത് കിടക്കുമ്പോ അതിന്റെ ചോര, ഈ ചോരക്കളി തുടങ്ങിയത് എന്നാ പറയാം. നേരെയില്ലപ്പാ. കിഴക്കേതനിൽ ഒന്നാമത്തെ മനുഷ്യനെ കരുവിരുതിനാൽ കരിപ്പിടിപ്പിച്ച് മൂക്കിൽ ജീവശ്വാസം ഊതി എഴുന്നേപ്പിച്ചവനെ ഉറക്കിക്കിടത്തി വാരിയിലെടുത്ത് ഹവ്വയ്ക്ക് ജന്മം കൊടുത്തു. ഒന്നാമത്തെ കുടുംബം. ഒരു നദി 4 ശാഖയായി പിരിഞ്ഞൊഴുകുന്ന തോട്ടം. തോട്ടത്തിനകത്ത് സാത്താൻ വന്നു. ഹവ്വയോട് ചോദിച്ചു, ഹവ്വേ, കർത്താവ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അവിടം തൊട്ട് നമുക്ക് തെറ്റുക. എനിക്ക് വിശദീകരിക്കാൻ നേരില്ല, ഐ എം സോറി. അവിടം തൊട്ട് തെറ്റുക. എൻ്റെ മിശിഹാദാസ് പാസ്റ്ററെ, ഹവ്വയും യഹോവയുമായിട്ടുള്ള കോൺവെർസേഷൻ എന്തിന് സാത്താനോട് പറയണം? നിങ്ങൾ കേട്ടില്ല. ഒരാൾ ഫോൺ വിളിച്ചിട്ട് സൂസൻ ആൻറ്റി ആണോ? അല്ല, എന്നാ റോങ് നമ്പരാ. പിന്നെ ആൻറ്റിയുടെ പേരെന്നാന്ന് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഇതേത് നാട്ടുകാരാ പാസ്റ്റേ? ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നില്ലേ? ഹല്ലേലൂയ. ഹവ്വയേ, നിന്റെ അപ്പനാരാ? ഇവിടെ ഇരിക്കുന്ന എല്ലാ ഭാര്യമാരും ഭർത്താക്കന്മാരും ഒരു ലിമിറ്റിന്റെ അപ്പുറത്ത് നിങ്ങളെ ഷൗട്ട് ചെയ്യുവോ അസ്വസ്ഥമാക്കുകയൊക്കെ ചെയ്താൽ അവരൊരു പരിധി വരെയൊക്കെ പിടിച്ചു നിൽക്കും. കുറച്ച് നേരം കഴിഞ്ഞിട്ട് അവർ ലാസ്റ്റ് പറയുന്നൊരു സാധനമുണ്ട്, ഞാനിത് എങ്ങനെയെങ്കിലും പപ്പായെ അറിയിക്കുമെന്ന്. കേട്ടിട്ടില്ലേ? അവരുടെ അവസാനത്തെ പിടിവള്ളിയാ അപ്പ. ആദാം കിടന്ന് ഷൗട്ട് ചെയ്യുമ്പോണ്ടല്ലോ, കരഞ്ഞുകൊണ്ട് ഹവ്വ ആദാമിനോട് പറയും. ഇപ്പോഴത്തെ ആദാമിൻ്റെ ഹവ്വയുടെ കാര്യമൊന്നുമില്ല, ഞാൻ ഈ പണ്ടത്തെ ഹവ്വയുടെ കാര്യമായി പറഞ്ഞത്. ആദാമായിരിക്കും കരയുന്നത്, എനിക്കറിയത്തില്ല. സംഭവം എല്ലാം തിരിഞ്ഞുകൊണ്ടിരിക്കുമല്ലേ. ഹല്ലേലൂയ. പാവ ആദാം. ഹല്ലേലൂയ. ഹവ്വ കരഞ്ഞുകൊണ്ട് പറഞ്ഞു കാണാ, ഞാൻ അപ്പ വരുമ്പം പറയും, ഹവ്വ നിന്റെ അപ്പ ആരാ? എൻ്റെ അപ്പ യഹോവയാ. മനസ്സിലായോ? വൈകുന്നേരം അവൻ വരും തോട്ടത്തിൽ. ഞാൻ എൻ്റെ അപ്പയോട് പറയും, നീ എന്നെ ഷൗട്ട് ചെയ്ത കാര്യം. ഞാൻ എൻ്റെ അപ്പയോട് പറയും, ഹവ്വ നിനക്ക് ഇത്രയും ബന്ധമല്ലായിരുന്നു ഈ അപ്പനുമായിട്ട്? എന്നും തോട്ടത്തിൽ വരുന്നതല്ലായിരുന്നോ ആ അപ്പനുമായിട്ട്? ആ അപ്പനുമായിട്ടുള്ള നിന്റെ സ്വകാര്യത മൂന്നാമതൊരാളോട് പറയാൻ നീ കാണിച്ച മണ്ടത്തരത്തിൽ തുടങ്ങിയില്ലേടി നിന്റെ തകർച്ച? ദൈവം നിങ്ങളുടെ സ്വകാര്യതയാ. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? മറ്റവൻ പറയുന്നത് പോലെ അല്ല കൈയടിക്കേണ്ടത്. അടുത്തിരിക്കുന്നവൻ പറയുന്നത് പോലെ അല്ല നീ ആരാധിക്കേണ്ടത്. അവൻ പറയുന്നത് പോലെ അല്ല നീ നൃത്തം ചെയ്യേണ്ടത്. എത്ര പേരെ കരം തട്ടിക്കൊണ്ട് പറയൂ, ദൈവം എന്റെ സ്വകാര്യ. ഇത് പോരപ്പ, നല്ല പോലെയാ കൈയടിച്ച്, എന്റെ ദൈവം എന്റെ സ്വകാര്യതയാ. ഹവ്വ, എനിക്ക് അവിടെ എമ്പടി പറയാനുണ്ടപ്പാ. ഹവ്വയോട് സാത്താൻ ചോദിക്കുക, ദൈവം വാസ്തവമായിട്ട് നിങ്ങൾ കൽപ്പിച്ചിട്ടുണ്ടോ? എന്നാരാ ഹവ്വ പറഞ്ഞ്, തിന്നരുത്, തൊടുക പോലും വരുത്. അതിനകത്ത് ചില ആളുകൾ പ്രസംഗിക്കും, പറയും തൊടരുതെന്ന് ദൈവം പറഞ്ഞിട്ടില്ല, അത് ഹവ്വ കൂട്ടിച്ചേർത്താന്ന്. ഞാൻ അങ്ങനെ പ്രസംഗിക്കില്ല. അതിൻ്റെ കാര്യം എന്നറിയോ? ഹവ്വ പറഞ്ഞതിനെ നിങ്ങളൊന്ന് വിഭജിച്ചെടുത്തേ. ദൈവം തിന്നരുതെന്ന് പറഞ്ഞ സാധനത്തെ തൊടാനും എനിക്ക് താല്പര്യമില്ല. തീർന്നു. അതിന് കമ്പനിയിൽ എല്ലാവരും കൂടി വട്ടം കൂടി ഒന്ന് റമ്മ് കുടിക്കുമ്പോൾ അവരുടെ നടുക്ക് പോയിരുന്ന അവർ കുടിക്കുന്നത് പോലെ തന്നെ നീ പെപ്സി ഒഴിച്ച് അഭിനയിക്കണ്ട. ജോലി പോയാലും ഇറങ്ങിപ്പോരണം. മനസ്സിലായില്ല? കമ്പനിയിലെ എംപ്ലോയീസ് എല്ലാം കൂടെ വട്ടം കൂടിയിരുന്ന് റമ്മടിക്കുമ്പോ അവരോട് കൂട്ടായ്മ കാണിക്കാൻ പെപ്സി എടുത്ത് അഭിനയിക്കണ്ട. അത് നീ കുടിച്ചതിന് തുല്യമാകും. പ്ലീസ് യു കം ഔട്ട്. പുറത്തു വാ. നീ ദൈവം തിന്നരെന്ന് പറഞ്ഞ സ്ഥലത്ത് എനിക്ക് തൊടണ്ട. തീർന്നു. അച്ഛാ, അന്ന് സാത്താൻ ഒരു കാര്യം മനസ്സിലായി. ഇവളെ
ദൈവത്തിൽ നിന്ന് പറിക്കാൻ പാടാ. അന്ന് സാത്താൻ ഒരു തീരുമാനമെടുത്തു, ഇവളെ ഇനി ചതിക്കണമെങ്കിൽ ദൈവത്തിന്റെ പേരിലേ പറ്റുള്ളൂ. ഇന്ന് ലോകത്തിൽ നടക്കുന്ന എല്ലാ ചതികളും ദൈവത്തിന്റെ പേരിലല്ലേ? എനിക്ക് പറയാൻ അറിയാമെന്നാണോ നിങ്ങൾ ഓർത്തത്? ചിന്തിച്ചോ? ഇന്ന് ലോകത്തിൽ നടക്കുന്ന എല്ലാ ചതികളും ദൈവത്തിന്റെ പേരിലല്ലേ? എല്ലാ ചതികളും പുസ്തകമായി പ്രസംഗിച്ചിട്ട് അമ്മ തെണ്ടേണ്ടി വന്നാലും അതല്ലേ അഭിമാനം എന്ന് പറയുന്നത്? എന്റെ ദൈവമക്കൾ എത്ര പേര് ആ കരമടിച്ചു എന്ന് ആരാധിക്കുന്നുണ്ട്? ആമേ, ദൈവത്തിന്റെ പേരിലുള്ള ഒരു ചതികൾക്കും നിന്നു കൊടുക്കരുത്, നിന്നു കൊടുക്കരുത്. യേശുവിന്റെ കയ്യിൽ നിന്ന് അപ്പം മേടിച്ചു തിന്നേച്ച് മഹാപുരോഹിതന്മാരുടെ കയ്യിൽ നിന്ന് പണം കൈപ്പറ്റിയ യൂദയായി നീ മാറരുത്. പണത്തിനു വേണ്ടി ഏത് നാണം കെട്ട കളിക്കും. ഓ ഗോഡ്, പാസ്റ്റർ സമയം തീർന്നു. പാസ്റ്റർ ഞാൻ എന്നാ പറയാൻ? ഞാൻ പാസ്റ്ററോട് എൻ്റെ സങ്കടം പറഞ്ഞാ കേട്ടോ. പറഞ്ഞപ്പോൾ സൗണ്ട് അങ്ങനെ ആയിപ്പോയതാ. ഹൗവ പഴം പറിച്ചു തിന്നു. ഹൗവ തെറ്റ് നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലൊന്നുമല്ല തിന്നത്. എനിക്ക് ദൈവത്തെ പോലെയൊക്കെ ആകാൻ പറ്റുമെന്ന് കേട്ടപ്പോൾ അറിയാതെ അങ്ങ് തിന്നതാ. ഹൗവ ആയതുകൊണ്ട് പഴമല്ലേ തിന്നുള്ളൂ. ഉച്ചക്കടയിലെ ആൻറ്റി ആയിരുന്നു, ഞാൻ മരവും കൂടെ തിന്നേനെ. ചുവട്ടിലെ മണ്ണും വാരി തിന്നും. കാര്യം അതങ്ങനെയാണല്ലോ. ഹൗവ മരം അവിടെയുണ്ട്. ആമേൻ. പഴം തിന്നു. ഇനി എനിക്ക് വൈകാരികം ആ ഭാഗങ്ങളെല്ലാം ഐ കാൺട്ട് എക്സ്പ്ലെയിൻ. വൈകുന്നേരം തമ്പുരാൻ തോട്ടത്തിൽ വന്നു. എന്നും നിൽക്കുന്നിടത്ത് ആദാമിനെ കാണുന്നില്ല. തമ്പുരാൻ ഒരൊറ്റ വിളി, ആദാമേ നീ എവിടെ? എന്നും ദൈവത്തെ എതിരേൽക്കുന്ന മനുഷ്യൻ, എന്നും യോഗത്തിന് ഫ്രണ്ടിൽ വന്നിരിക്കുന്നവൻ പുറകോട്ട് പോകുന്നുണ്ടെങ്കിൽ ഓർത്തണം പിന്മാറ്റവാ. അവനോട് ചോദിക്കുമ്പോൾ അവൻ പറഞ്ഞതെന്നറിയാം, ഓ പാസേ അവിടെ സൗണ്ട് കൂടലാന്ന്. നീ സ്വർഗത്തിൽ അവിടെ എന്നാ ഒച്ചയാന്ന് പറഞ്ഞാ ഇരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നല്ല ആമേൻ പറഞ്ഞേ. എനിക്കൊന്നും വയ്യാത്തൊരവസ്ഥയില്ല പ്രിയരെ. എന്നാ പറയണമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ഞാൻ ടോട്ടലി അസ്വസ്ഥനാകുക. ഇതൊന്നും ലാൻഡ് ചെയ്യാനുള്ള സമയവും കിട്ടുന്നില്ല. ആദാമേ നീ എവിടാ? കാണുന്നില്ല. ദൈവം ഇവരൊന്ന് കാണാൻ കൊതി. ഓരോ ഞായറാഴ്ചയും നിന്റെ മുഖം ഒന്ന് കാണാൻ തമ്പുരാൻ വന്നിരിക്കുന്ന ഇരിപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിനക്ക് നാണമുണ്ടോ 11:45 കയറി വരാൻ? നിനക്ക് നാണമുണ്ടോ സാരി തേച്ച് നേരം കളയാൻ? നിനക്ക് നാണമുണ്ടോ വണ്ടിക്ക് പെട്രോൾ ഇല്ലെന്ന് പറഞ്ഞ് സഭായോഗത്തിൻ്റെ സമയം താമസിപ്പിക്കാൻ? നീ കമ്പനി പോയ ഒരു ദിവസം പോലും വണ്ടിയുടെ പെട്രോൾ നോക്കാതെ ഗ്യാരേജിനകത്ത് കയറ്റിയിട്ടില്ലല്ലോ. നിനക്ക് നാണമുണ്ടോ? നിനക്ക് നാണമുണ്ടോ? അതിനാ പാസ്റ്റർ അങ്ങനെ ചോദിക്കുന്നത്. പിന്നെ എങ്ങനെ ചോദിക്കാനാ? എനിക്ക് അതിൻ്റെ ഇംഗ്ലീഷ് അറിയത്തില്ല, അതുകൊണ്ടാണ് മലയാളത്തിൽ ചോദിച്ചത്. നാണമുണ്ടോ നിനക്ക്? 22,000 രൂപയുടെ ഓക്സിജൻ ഒരു ദിവസം മൂക്കിലൂടെ വലിച്ചു കയറ്റുന്നില്ലേ? നിനക്ക് നാണമുണ്ടോ കൈയടിക്കാതിരിക്കാൻ? നിന്നെ പോലെ എത്രയോ പേര് RCCയിൽ പ്രാണന് വേണ്ടി പിടയ്ക്കുമ്പോ നിന്നെ ആയുസോടെ കസേര, നിനക്ക് നാണമുണ്ടോ സ്വോത്രം ചെയ്യാതിരിക്കാൻ? എത്രയോ പേര് വെന്റിലേറ്ററിനകത്ത് പ്രാണന് വേണ്ടി കിടന്ന് കാലിട്ടടിക്കുമ്പോ നിന്നെ ജീവൻ, നിനക്ക് നാണമുണ്ടോ ഈ തമ്പുരാനെ മാറി നടക്കാൻ? നിനക്ക് നാണമുണ്ടോ അഹങ്കരിക്കാൻ? ആദാമേ എവിടെ? അയ്യോ, ഞാൻ ആ ഭാഗം 1 മിനിറ്റ് ഒന്ന് പറഞ്ഞു, 5 മിനിറ്റ് പോയി, എന്നോട് ക്ഷമിച്ചേക്കണേ പ്ലീസ്. ആദാമും ഹവ്വയും കൂടി ഇങ്ങനെ മാറിപ്പോയി മരത്തിന്റെ ചോട്ട് ഇങ്ങനെ ഇരിക്കുക. നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവുമോ? പരസ്യമായിട്ട് റോഡിൻ്റെ നടുക്ക് വെച്ച് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഉടുപ്പ് ഉരിച്ച് കളഞ്ഞേച്ച് ആ നഗ്നത പറയ്ക്കാൻ ആ റോട്ടിൽ കിടന്ന് അവർ പാടുപെട്ട് കരയുന്നത്, നെഞ്ചു പൊള്ളുന്നത് ഒരപ്പന് നോക്കി നിൽക്കാൻ പറ്റുമോ? നാണം കെട്ട പിശാച് വലിച്ചു പറിച്ചേച്ച് പോയി. പിശാചിന് വൈകാരികതയില്ല. കാര്യം അവൻ്റെതല്ലല്ലോ മനുഷ്യൻ. ഉച്ചക്കടയിലെ ഒരുത്തനും സാത്താന്റെ അല്ലല്ലോ. അവൻ ഉടുപ്പ് പറിക്കാൻ വന്നതല്ലേ, ഉടുപ്പിക്കാൻ വന്നതല്ലേ യേശു അല്ലേ? ആശ്രം വലിച്ച് പറിച്ചേച്ചു പോയി. ഹവ്വ ഇങ്ങനെ അട്ട പോലെ അങ്ങ് ചുരുണ്ടു. ആദാം അങ്ങ് ചുരുണ്ടു. തമ്പുരാൻ, ആദാമേ മക്കളെവിടാ?
അതാ പറഞ്ഞ അപ്പാ ഞങ്ങൾ ഒളിച്ചിരിക്കുക. തമ്പുരാൻ പറഞ്ഞു വെയിറ്റ്. അതാ ഓർത്ത് എന്നാന്നറിയോ, വടിവെട്ടി എന്നെ അടിക്കാൻ പോകുന്നതായിരിക്കും. അതാ ഓർത്ത് എന്നാന്നറിയോ, തമ്പുരാനെ ആക്രമിക്കാൻ ചാട്ട ഉണ്ടാക്കാൻ പോയതാണ്. അതാ ഓർത്ത് എന്നാന്നറിയോ, ഞാൻ തെറ്റ് ചെയ്തുകൊണ്ട് എന്നെ വല്ലാതെ ഉപദ്രവിക്കാൻ ഉരുട്ടിക്കൊലയ്ക്ക് പോയതാവൻ. അവൻ തിരിച്ചു വന്ന് എന്നെ അടിക്കുമായിരിക്കും അല്ലേ. അതാ നോക്കി ആ മരത്തിന്റെ സൈഡിൽ കൂടെ നോക്കി വെച്ച് ഹവ്വയോട് പറഞ്ഞു കിട്ടുപടി, അപ്പ ഇന്ന് നമ്മളെ കൊല്ലും. എന്നെ കേൾക്കുന്നുണ്ടോ? ഇന്ന് നമ്മളെ ഉപദ്രവിക്കുമായിരിക്കും. പക്ഷെ എൻ്റെ പൊന്നു പാസ്റ്റർ, ഞാൻ ഈ കയ്യെ പിടിച്ചുകൊണ്ട് പറയാം, ആദാമും ഹവ്വയും എങ്ങടെ മരത്തിന്റെ മറവിൽ നോക്കിയപ്പോൾ കണ്ട കാഴ്ച അറിയോ, അവൻ വന്നത് വടിയും കൊണ്ടല്ല, ഒരാടിന്റെ തോലും കൊണ്ട് വരുവാ. ക്രൂശിന്റെ പ്രസക്തി എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയില്ല. പിശാച് പരസ്യമായി നിന്റെ വസ്ത്രം ഉരിഞ്ഞ് നിന്നെ വഴിയുടെ നടുക്ക് കൊണ്ട് നിർത്തിയപ്പോ, രക്ഷിക്കാൻ ആരുമില്ലാത്ത സമയത്ത് ഒരാടിന്റെ കഴുത്ത് വെട്ടി ചോര ഒഴുകുന്ന ഒരു തോലുമായിട്ട് വന്നിച്ച് തമ്പുരാൻ ആദാമിനെ അങ്ങ് കെട്ടിപ്പിടിച്ച് ഉടുപ്പിച്ചു പറഞ്ഞു, എൻ്റെ മക്കളെ നാണം കെടരുത്, നിന്റെ നഗ്നത ഞാൻ മറയ്ക്കാം. റോമാലേഖനം 6 പറയുന്നു, സ്നാനപ്പെടുന്നവൻ യേശുവിനെ ഉടുക്കുകയാണ്. ഹല്ലേലൂയ! ആ ഉടുപ്പ് കൊണ്ട് ആദാമിനെ ചുറ്റേച്ച് തമ്പുരാൻ പറയുന്ന, ആദാമേ ഒളിച്ചടത്തുനിന്ന് വെളിയെ വാ. എനിക്കറിയില്ല, ഈ പന്തലൊരു ഭയങ്കര പ്രസൻസ് ഞാൻ അനുഭവിക്കുന്നുണ്ട്. എവിടെയൊക്കെയോ പിശാച് ഒളിപ്പിച്ച ചിലരെ ക്രൂശ് പുറത്തെടുക്കാൻ പോകയാ. നേരെയില്ലപ്പാ, നമുക്ക് എഴുന്നേക്കാം. ഞാൻ ബാക്കി എഴുന്നേറ്റ് നിന്നിട്ട് പറയാം. നമുക്ക് എഴുന്നേക്കാം. പ്ലീസ് സ്റ്റാൻഡ് യുക്കകത്ത് ഒരുമിച്ച് എഴുന്നേറ്റാട്ട്. ജീവിച്ച ആരെല്ലാം തള്ളിയ ഏകനാകും അവസ്ഥയിലും സാന്നിധ്യത്തിൽ നിറഞ്ഞു നിന്നിഷ്ടം നിറവേറ്റാൻ. നിങ്ങള് കർത്താവിനെ സ്നേഹിക്കുന്ന എത്ര പേരുണ്ട്? നിങ്ങളുടെ കൈയൊന്ന് കാണിച്ച്. എനിക്ക് ഒരു അപേക്ഷയുണ്ട്. ഒരു 5 മിനിറ്റ് നിങ്ങൾക്ക് കസേരത്തൊന്ന് മുമ്പോട്ട് അടുക്കാൻ പറ്റുമോ? മുമ്പോട്ട് എല്ലാവരും, ഓൾ ഓഫ് യു പ്ലീസ് കം ഫോർവേഡ്. എനിക്ക് നിങ്ങളുടെ ഐ കോണ്ടാക്ട് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ്. എന്നെ പ്രാഗിക്കൊണ്ട് ഒരുത്തനും വരണ്ട, മനസ്സുള്ളവർ മാത്രം വന്നാൽ മതി. മക്കളെ, ആരെ ഇവിടുത്തെ വോളണ്ടിയേഴ്സോ ആരെങ്കിലും ഈ കസേരയൊക്കെ മാറ്റിക്കാം. മക്കളെ, ആ 2 ലെയർ കസേര പാസ്റ്റർ മോനെ തടിക്കാരെ എടുത്തു മാറ്റാൻ പറ്റും. മക്കളെ, ആ 1 ലെയർ കസേരയൊക്കെ മാറ്റിക്കാൻ. ഓ കൊതിയാണപ്പാ വരാൻ പറ്റുന്നിടത്തോളം മക്കളെ ഇങ്ങോട്ട് മാറി നിൽക്കട. എന്തിനാ അവിടെ പോകുന്നത്? നിൻ സാന്നിധ്യത്തിൽ മറയാ എന്നെ സ്നേഹിച്ചിടുന്ന, എന്നെ മാനിച്ചിടുന്ന നല്ലൊരപ്പായുണ്ട്, നല്ലൊരു ദൈവമുണ്ട്. എടോ പാടൂ ഇങ്ങോട്ട്. എടോ കറുത്തും വെള്ളം കൂടെ തന്നോട് താടി ഇങ്ങോട്ട് പാടും. തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടേ ഇന്ന് ഞാൻ പോകുന്നുള്ളൂ. കൊതിയാണപ്പാ നിൻ സാന്നിധ്യത്തിൽ മറയാ. കൊതിയാണപ്പാ എല്ലാ കണ്ണുകളും ഒന്ന് അടച്ചിട്ട് ആ ക്രൂശിലേക്ക് നിങ്ങൾ കണ്ടോ? ആ ചോര പറ്റിയ തോലുമായിട്ട് കർത്താവ് വരുന്ന വരവ് കണ്ടോ? ക്രൂശിതനേ മഹോന്നതനേ നിത്യനായോനേ ഞാൻ നമിക്കുമേ.
മഹോന്നതനേ, നിത്യനായോനേ, ഞാൻ നമിക്കുമേ. ഞാനാകുന്നവൻ, ഞാനാകുന്നവനെ ഞാൻ നമിക്കുമേ. യേശുവിനെ ഞാനാകുന്നവൻ, ഞാനാകുന്നവനെ ഞാൻ നമിക്കുമേ. നോക്കിക്കേ, എല്ലാവരും എന്നെ നോക്കി. ഞാൻ നിങ്ങളെ ഫ്രണ്ടിലോട്ട് വിളിച്ചത് നിങ്ങളുടെ ആളുടെ തലയ്ക്ക് വെച്ചുകൊണ്ട് തള്ളിക്കൊണ്ട് നടക്കാൻ ഒരാളെ പോലും ഞാൻ അപമാനിച്ചിട്ടില്ല. എല്ലാവരുടെയും വ്യക്തിത്വത്തിന് ദൈവത്തോളം വിലയുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ യേശുവിനെ പ്രസംഗിക്കാൻ വന്നു. മക്കളെ എല്ലാവരും എന്നെ നോക്കിക്കണേ. മോനെ, നിന്നെയൊക്കെ വിളിച്ചത് സ്നേഹം കൊണ്ടാണ് കേട്ടോ. എല്ലാവരും എന്നെ ഒന്ന് നോക്കി നിന്നേ. ഈ ഉടുപ്പ് എൻ്റെ തമ്പുരാൻ കൊടുത്തില്ലായിരുന്നെങ്കിൽ ആ മരത്തിന്റെ മറവിൽ നിന്ന് ഹൗവയ്ക്കും ആദാമിനും ഒരിക്കലും പുറത്തു വരാൻ പറ്റുകയില്ലായിരുന്നു. ആദാം ആ ഉടുപ്പെടുത്തൊടുത്തു, ഹൗവ ആ ഉടുപ്പെടുത്തൊടുത്തു. ഉടുത്തു കഴിഞ്ഞപ്പോ തമ്പുരാൻ പിടിച്ചേച്ച് പറഞ്ഞു, തോട്ടത്തിന് പുറത്തു പോകും, തോട്ടത്തിന് പുറത്തു പോകും. നിങ്ങൾ എന്നെ കാണുന്നുണ്ടോ പ്രിയരെ? ഹൗവയുടെ കയ്യെ പിടിച്ചുകൊണ്ട് ആദാം ഇങ്ങനെ, ഈ സാധനം മാറ്റാവോ, ഇതൊന്ന് മാറ്റാവോ, ഹൗവയുടെ കയ്യെ പിടിച്ചുകൊണ്ട് ആദാം ഇങ്ങനെ ഏദൻ തോട്ടത്തിനകത്തുനിന്ന് പുറത്തോട്ട് പോകുന്ന രംഗം നിങ്ങളൊന്ന് മനസ്സിൽ കണ്ടേ, ഒന്ന് മനസ്സിൽ കണ്ടേ. അങ്ങനെ നടന്നു പോകുമ്പോ ഇവർ രണ്ടുപേരും കൂടി എല്ലാവരും നോക്കി നടന്നു പോകുമ്പോ ഉണ്ടല്ലോ, തോലില്ലാതെ ചോരക്കകത്ത് കിടന്ന ഒരാട് ഏദൻ തോട്ടത്തിൽ കിടന്ന് ഇങ്ങനെ പിടയ്ക്കുക. നിങ്ങൾ കണ്ടോ? നിങ്ങൾ കടയിൽ ചെന്നൊരു ബ്രോയിലർ കോഴി മേടിക്കുമ്പോഴേ ആ പാത്രത്തിനകത്ത് ഒഴിച്ചിട്ട് തൂക്കിച്ച് അവര് പറയല്ലേ 2 കിലോ 300 ഗ്രാം എന്ന് പറയല്ലേ? അവര് ചോദിക്കത്തില്ലേ എടുക്കട്ടെ എന്ന്? നിങ്ങൾ എന്താ പറഞ്ഞ എടുത്തോളാം അല്ലേ? അതിനെ ആ പെട്ടി എടുത്തേച്ച് ആ കഴുത്ത് ഇങ്ങനെ മലർത്തി ഒരു പിടുത്തമുണ്ട്. പിച്ചാത്തി കൊണ്ട് ഇങ്ങനെ വരഞ്ഞങ്ങ് വിടും, അറുത്തു പോകും കഴുത്ത്. എന്നിട്ട് ആ നീല കന്നാസിനകത്തോട്ട് ഇടുമ്പോ അതിനകത്ത് കേൾക്കുന്ന ഒരു ത്രിപട്ട താളമുണ്ട്. അത് പാട്ടിന്റെ താളമല്ല, അത് പ്രാണൻ പിടയുന്ന താളമാണ്. ഹവ്വയെ, നീ ഉടുത്തപ്പോ നീ കാണാത്ത അപ്പുറത്ത് കിടന്ന് ഒരാട് പിടയ്ക്കുന്നുണ്ട്. നിന്റെ നാണക്കേട് മറഞ്ഞപ്പോ യൗവനക്കാരാ, നീ കണ്ണടച്ചാലൊന്നും ഇരുട്ടാകുകയില്ല. ക്രൂശി എന്നെ നിന്നെ മാടി വിളിക്കുന്നത് എങ്ങനെയാണെന്നറിയാവോ? ഏറുമാടങ്ങളിൽ ഇരുന്നുകൊണ്ടല്ല, അവൻ ചോരയ്ക്കകത്ത് കിടന്ന് പെടച്ചോണ്ടാ പറയുന്നത്, എന്റെ കൂടെ വാ. ഓ എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെ നീ, ഇത്രമേൽ നീ എന്നെ സ്നേഹിച്ചു. ഇതെത്രയും വിചിത്രമേ സുരക്ഷക, എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെ നീ, എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ, അത്ര നേരം. ഞാൻ ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് യോഗം നിർത്തി. എനിക്ക് ദൈവദാസന്മാരുടെ സമയം ധിക്കരിക്കാൻ എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ആദാം ഹവ്വയുടെ കയ്യെ പിടിച്ചിട്ട് ബാ തോട്ടത്തിൽ നിന്ന് പുറത്തു പോകും. ഇവർ രണ്ടുപേരൂടെ നടന്നു പോകുമ്പോ ഒരാട് ചോരയ്ക്കകത്ത് കിടന്ന് പിടയ്ക്കും. ഹവ്വ ഗൗരവത്തിൽ ചോദിച്ചു, ഇതാരാ ഈ ആടിനോട് ഈ ദോഷം ചെയ്തത്? ആദാം അവളുടെ കണ്ണി നോക്കി പറഞ്ഞു, ആടിന്റെ തോല
നിന്റെ അരയിലിരിക്കുന്നത്. ഹവ്വയ്ക്ക് അവിടെ മുട്ടുകുത്തണം, ആടിന്റെ മുമ്പിൽ മുട്ടുകുത്തണം. ഓയൻ പാപപ്പേറി വൻ ക്രൂശിലേറി എൻ പാപം തീർക്കുവാൻ നിശാപ മൃത്യുവാ എൻ പാപം പേറി വൻ ക്രൂശിലേറി. ഇന്ന് രാത്രി ആരുണ്ട് ആ ചോര മുങ്ങിക്കിടക്കുന്ന ആടിന്റെ മുമ്പ് മുട്ടുകുത്തിയേച്ച് ഇനി എന്റെ ശ്വാസം അവന് വേണ്ടിയാണെന്ന് പറയാൻ? മക്കളുടെ കൂട്ടത്തിൽ ആരുണ്ട് ഇനി എന്റെ ആയുസ് അവന് വേണ്ടിയാണെന്ന് പറയാ? ഇനി എന്റെ ജീവൻ അവന് വേണ്ടിയാണെന്ന് പറയാ? ഇനി എന്റെ ആരോഗ്യം അവന് വേണ്ടിയാണെന്ന് പറയാൻ? ഇനി ഞാൻ ഇന്ന് രാത്രി ഇതുവരെ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്ത ഒരാളുണ്ടെങ്കിൽ, come on, this is your time. നാളെ നിനക്കുള്ളതല്ല. സ്നാനപ്പെടാത്തവരുണ്ടോ? നാളെ നിനക്കുള്ളതല്ല. കർത്താവിനെ വിട്ടു നടക്കുന്നവരുണ്ടോ? നാളെ നിനക്കുള്ളതല്ല. ഇതാണ് രക്ഷാ ദിവസം, ഇതാണ് സുപ്രസാദ കാലം. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ. നമ്മൾ വായിച്ച 13-ാമത്തെ വാക്യം ഓർക്കുന്നുണ്ടോ? അവന്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്തു ചെല്ലുക. ഇതിനകത്ത് ആര് തീരുമാനിക്കും? ഓ ഇനി എന്റെ ജീവിതം നിനക്ക, ഇനിയുള്ള നാളുകൾ നിനക്ക യേശുവേ. നിങ്ങൾ ഡോക്ടർ ആയിക്കോ, നിങ്ങൾ നേഴ്സ് ആയിക്കോ, നിങ്ങൾ പൈലറ്റ് ആയിക്കോ, നിങ്ങൾ എഞ്ചിനീയർ ആയിക്കോ, നിങ്ങൾ ആർക്കിടെക്ചർ ആയിക്കോ, നിങ്ങൾ ഇന്റീരിയർ ഡിസൈനർ ആയിക്കോ, നിങ്ങൾ സിഎക്കാരനായിക്കോ, പക്ഷേ എന്റെ മൂക്കിൽ ശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ അവന്റെ വേല ചെയ്യുമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? അങ്ങനെ കുഞ്ഞുങ്ങൾ, ഞാൻ എല്ലാവരും കൈ നിങ്ങൾക്ക് പൊക്കാൻ പറ്റുന്നവരൊക്കെ പൊക്കി. അങ്ങനെ ആ തീരുമാനമുള്ളവരുടെ കൈ മാത്രം ഒന്ന് കാണട്ടെ. പ്ലീസ് പ്ലീസ് ലിഫ്റ്റ്. ഇങ്ങോട്ട് പാടാ, എടാ പറയാം ആ കൊച്ചിലേക്ക് ഇങ്ങോട്ട് വിടും. മക്കൾ ഇങ്ങോട്ട് പാടാ, ഇങ്ങോട്ട് പാടാ, ഇങ്ങോട്ട് വാ. ആ നിന്നെ എനിക്ക് കണ്ണിന് പ്രശ്നമുണ്ടോ? ഇങ്ങോട്ട് വാ, ഇവിടെ വന്നൊന്ന് പ്രാർത്ഥിക്കുക, അങ്ങോട്ട് ചേർന്ന് പ്രാർത്ഥിക്കുക. ആ കണ്ണൊന്ന് അടച്ചു പിടിച്ചേച്ച് നമുക്കൊന്ന് മക്കളെല്ലാവരും പ്രാർത്ഥിക്കണം. നീ കൊടുക്കപ്പെടും. കർത്താവിനെ വിട്ടേച്ച് പോയാൽ നീ കൊടുക്കും. കർത്താവിന്റെ ആ യേശുവിന്റെ വേല ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ കൈ ഒന്ന് കാണിച്ച് പ്ലീസ് ലിഫ്റ്റ് യുവർ ഹാൻഡ്സ്. എന്നെ പോകാം നിനക്കാ, നിന്റെ വയലിൽ ഞാൻ പണിയ ജീവൻ പോകുവോ വയലിൽ പണിയ രക്തസാക്ഷി ആകുവോ വയലിൽ. എനിക്ക് ഈ കുഞ്ഞുങ്ങളുടെ തലയിൽ ഒന്ന് വെറുതെ ഒന്ന് കൈ തൊട്ടേച്ച് പോകണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു സ്ലോ മെഡിറ്റേഷൻ, ഏതെങ്കിലും ഒരു പാട്ട് പാടുവാണ് ഞാൻ ആ സമയത്ത് ഫാസ്റ്റേ സമയം പോയി കാണുമല്ലേ പാസ്റ്റേ? പോകട്ടെ പാസ്റ്റേ, എവിടെ പോരെ? വീട്ടിൽ ചെന്ന് ചപ്പാത്തി തിന്നാനല്ലേ? പോകട്ടെ. ആ കൊച്ചുങ്ങളുടെ തലയിൽ ഒന്ന് കൈവച്ച് വിട്ടാൽ ചിലപ്പോ അതിനകത്തുനിന്ന് ഒരു പൗലൂസ് എഴുന്നേറ്റ് വന്നാൽ എല്ലാവരും കണ്ണുകൾ അടച്ചു പിടിച്ചേച്ചൊന്ന് പാടിക്ക്. എല്ലാ ഹൃദയങ്ങളും ഒന്ന് തുറന്നേച്ച്
എല്ലാവരും മക്കള് എന്നെ ഒന്ന് ഉപയോഗിക്കണേ കർത്താവേ എന്ന് പ്രാർത്ഥിച്ചു. ഐ ലവ് യു. എന്നിലെന്തു നീ കണ്ടേശുവേ, ഒരു യോഗ്യതയും പറയാനില്ലയേ, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലയേ, കൃപയൊന്നു മാത്രം യേശുവേ.